ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ പഠിച്ചു വന്നിരുന്നത് എന്ത് വിഷയത്തെ ആസ്പദമാക്കിയാണ്? ഫാമിലി, കുടുംബം. ഉറങ്ങാൻ റെഡിയുള്ളവർ പറഞ്ഞേ, ഉറങ്ങാൻ റെഡിയുള്ളവർ കൈവക്കാൻ പറഞ്ഞ പകുതി മുങ്ങി, എന്റെ പകുതി ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മള് കുടുംബത്തെ കുറിച്ച് പഠിച്ചപ്പോ ഇങ്ങനെയാ പഠിച്ചേ. പേരൻസ് മാതാപിതാക്കളിൽ നിന്നൊരു മകനും ഒരു മകളും ഉണ്ടായാലും അവർ കുടുംബമാകുമ്പോൾ വീണ്ടും ഒരു പുതിയ ഫാമിലി എന്ത് ചെയ്യണം? ഭൂമിയിൽ ഉടലെടുക്കാൻ. അപ്പൊ അങ്ങനെ ഭൂമിയിൽ ഫാമിലി ഉണ്ടായി അങ്ങ് പോവുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: മക്കൾ യഹോവ നൽകുന്ന ദാനം. എന്താണ് ദാനം? മക്കൾ ഫിസിക്കൽ ടു മക്കൾ എന്ന് പറഞ്ഞാൽ സമം ദാനം. ദാനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗിഫ്റ്റ്. മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ് ആര്? മക്കൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ പറഞ്ഞു, മക്കൾ ആരുടെ എന്തല്ല, സ്വന്തമല്ല. പക്ഷെ അത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒരു കുടുംബത്തിൽ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മകനായോ മകളായോ ഒരു വ്യക്തി ജനിക്കുന്നത് സ്വന്തം നിർണയപ്രകാരമല്ല. ഓക്കെ? ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണോ എന്റെ കുടുംബത്തിൽ ഞാൻ ജനിച്ചേ? അല്ല. അപ്പൊ അതിനകത്ത് ദൈവത്തിന് ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിൽ ജനിക്കുന്നതിന് എന്തുണ്ട്? പ്ലാനുണ്ട്, പർപ്പസ് ഉണ്ട്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിനകത്ത്. ഈ മാതാപിതാക്കൾക്ക് ഗിഫ്റ്റായി ലഭിക്കുന്നതാണ് മക്കളെന്നും നമ്മൾ പറഞ്ഞു. രണ്ട്, ദാനം പോലെ തന്നെ ഇതൊരു അവകാശമാണ്. എന്താണ് അവകാശം? നിങ്ങളുടെ മാതാപിതാക്കൾ, ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ കേൾക്കുന്നവരെ ചിന്തിക്കട്ടെ അവരുടെ മാതാപിതാക്കളെ കുറിച്ച്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഒരു അവകാശം തന്നാൽ അത് പിന്നെ തിരിച്ചു ചോദിക്കുമോ? വീതം വെച്ച് നമുക്കൊരു അവകാശം, നമ്മുടെ അവകാശം ഇനി തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? തിരിച്ചു ചോദിക്കുമോ? തന്നെ ദൈവവും. മക്കളെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനം ആയിരിക്കുമ്പോൾ തന്നെ യഹോവ നൽകുന്ന എന്താണ് ഒരു അവകാശം കൂടെ. ദൈവത്തിൽ നിന്ന് തന്റെ മക്കൾക്ക് അവകാശമായി ലഭിക്കേണ്ട നന്മയുടെ പേരാണ് മക്കൾ. എന്നുവെച്ചാൽ നമ്മൾ ഒരു കുടുംബത്തിനകത്ത് എങ്ങനെ ജനിക്കണമെന്ന് നിർണയിക്കാതെ കുടുംബത്തിനകത്ത് ജനിച്ചതുപോലെ നമ്മുടെ മക്കളും അതുപോലെ തന്നെ അവരുടെ നിർണയം ഇല്ലാതെ എവിടെ ജനിക്കുന്നു? സെക്കരിയാവിന് ഒരു മകൻ ഉണ്ടാകണമെന്ന് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ അവരാഗ്രഹിച്ചു. കേട്ടോ, ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹം ചിലപ്പം ആൺമക്കൾ തന്നെ ഉണ്ടാവണമെന്നായിരിക്കാം. ഒരു മാതാവിന്റെ പിതാവിന്റെ ആഗ്രഹം
ആൺമക്കൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പെൺമക്കളെ ചിലത് ആഗ്രഹം പെൺമക്കൾ മാത്രം മതി, ആൺമക്കൾ എന്ത് വേണ്ട. പക്ഷെ ഈ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും കുടുംബത്തിനകത്ത് നടക്കുന്നില്ല. ചിലര് പറയും ഒരാണ് ഒരു പെണ്ണും, രണ്ടാണ് രണ്ട് പെണ്ണ്, ഇതൊക്കെ നടക്കുമോ? ആഗ്രഹത്തിന് ഇച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്തൊരു പുതിയ ജനനം നടക്കത്തില്ല. ഇപ്പം 3 ആൺപിള്ളേരുള്ള വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് അപ്പനോട് ചോദിക്കുക എന്റെ ഒരു ആഗ്രഹം ബാക്കി ഉണ്ടായിരുന്നു ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമായിരുന്നു എന്നൊരു ആഗ്രഹം. അവളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഈ സമയത്തൊക്കെ എന്ത് ചെയ്താൽ ന്യായമാക്കി 3 മക്കളുണ്ടായിരുന്നു. ഒരു പെൺമകളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? ഇവന്മാരൊക്കെ എന്നാ അഭ്യാസം കാണിച്ചാൽ അവളെന്നെ നോക്കിയേനെ ഒരു ചിന്ത. അതെന്താണെന്ന് അറിയാമോ? ഈ പെൺമക്കളുടെ ഉള്ളിൽ ഒരു മാതാവിന്റെ ഒരു ആക്ടിവിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൺമക്കൾക്കെല്ലാം ഒരു ആതുര സേവനത്തിന്റെ ഒരു സ്പിരിറ്റ് ഇൻബോണായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം നാളെ ഇവളൊരു മാതാവാകാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഒരു കരുതലിന്റെ ഭാവം പെൺമക്കളുടെ ഉണ്ടാവും ഒരു കുടുംബത്തിൽ. അല്ല, എല്ലാവർക്കും ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെ. പക്ഷെ അത് വേണ്ടെന്നുള്ളതാണ്. അവര് ഇഷ്ടപ്പെടുന്നില്ല അത് ചെയ്യാൻ, കീഴ്പ്പെട്ടിരിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് മമ്മി ഇല്ലെങ്കിൽ അടുത്ത മമ്മിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? ആ വീട്ടിലെ മക്കളാണ്, പെൺമക്കളാണ്. അവരാണ് നമുക്ക് ഭക്ഷണം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം എടുക്കുകയും തരികയും നമുക്ക് തുണി ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? ക്രിസ്തുവിനുള്ള നിലയിൽ ബ്രദറിനോട് ചെയ്തിട്ടില്ലേ? ഉണ്ടെന്നേ. അങ്ങനെയാണ്. പക്ഷെ ഇനി ചെയ്യില്ലാന്ന് തീരുമാനിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല, തിരുത്താനും പറ്റത്തില്ല. ഈ മക്കളെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഗിഫ്റ്റ് എന്താണ്? നമുക്കൊരു ഗിഫ്റ്റ് തരികയാണ്. ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു പാട്ട് പാടി നമുക്കൊരു ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ പർപ്പസ് മനുഷ്യനകത്ത് ദൈവം വെച്ചതാണ് ഫാമിലി. അതൊരു പർപ്പസാണ്. ആ പർപ്പസിന് വേണ്ടി മക്കളെ ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാർക്ക് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ദൈവത്തിന് പ്രയോജനപ്പെട്ട തലമുറയെ ഒരുക്കിയെടുക്കുക, വാർത്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ആർക്കുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തില്ല, ഇവിടത്തില്ല. നമ്മുടെ സ്വത്തിന്റെ അവകാശിനി ആരാണ്? നീയാണ്. എന്റെ സ്വത്തിന്റെയൊക്കെ അവകാശിനി നീയാണ്. ഇനി നീയാണ് ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്തേണ്ടത്. ഈ പശുവിനെ ആടിനെ മാടിനെയൊക്കെ ഇനി എന്ത് ചെയ്യണം? നീ നോക്കിക്കോണം. എന്റെ കാലമൊക്കെ എന്തായി? കഴിയാറായി. ചില നന്മകൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ലോകത്തിൽ ഭൗതികമായി ക്രിയേറ്റ് ചെയ്യും അല്ലേ? അവരുടെ ചിന്ത എപ്പോഴും ഭൗതികമായി. ലോക മനുഷ്യരുടെ ചിന്ത എപ്പോഴും ഭൗതികമായി. അവർ ചിന്തിക്കുന്നതെല്ലാം ഭൗതികമായിട്ട് തന്റെ മക്കൾക്ക് എന്ത് കൊടുക്കാം. അവരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ? ഈ മക്കൾ ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളാണ്. ലോക മനുഷ്യരുടെ ചിന്ത എന്താ? എനിക്ക് മക്കൾ ഉണ്ടാകാനുള്ള കാരണം ആരാണ്? എന്താണ്? ഞങ്ങൾ മാതാവും പിതാവുമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടേതായ ഞങ്ങളുടെ സ്വന്തമെന്ന് പറയാൻ പറ്റുന്ന ഒരു തലമുറയാണ് ആര്? ഞങ്ങളുടെ മക്കൾ. അതുകൊണ്ട് എന്റെ മോനെ തൊട്ടതാരാണെന്ന് ചോദിച്ചാൽ ആരെയും അല്ലേ? പറ്റില്ലേ? എന്റെ മോനെ ദേഹത്ത് തൊടാൻ മാത്രം നീ വന്നോ? നമുക്ക് ചോദിക്കാൻ ഭൗതിക തലത്തെ വിട്ട് ആത്മീയ തലത്തിലേക്ക് കയറാൻ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ പഠിക്കുന്നത് ഒരു വിശ്വാസി കുടുംബം എങ്ങനെയായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ദൈവം ഫാമിലി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഷേത്തു തൊട്ടാണ് എന്ത് ചെയ്തത്? ആരാധന. ദൈവവുമായുള്ള ബന്ധം ഷേത്തിലാക്കണ്ടായി. നമ്മൾ പിന്നെ പറഞ്ഞു നോഹയിലേക്ക് വന്നപ്പോൾ 2 എന്നുള്ളത് എന്തായി? 8ആയി.
8 പേരായി. വീണ്ടും നമ്മൾ ബൈബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമും അല്ലേ, ഒരു വേർതിരിവിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ശതമാനത്തിൽ 10% പോലും തീരുന്നില്ല, എണ്ണപ്പെടുന്നില്ല. ചുരുക്കം ചിലർന്ന് മാത്രം പറയാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എപ്പോഴും ചെറുതായിരിക്കും. കാരണം എന്താ പറയുമ്പോ അതിലേക്കുള്ള വഴിയൊക്കെ വളരെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളതാണ്. ഇത് അനുഭവിക്കാൻ ആരുമല്ല തയ്യാറല്ലെന്നുള്ളതാണ്. ഒരു കുടുംബത്തിന്റെ, ഒരു ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് ക്രിസ്തു. ഒരു ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് ക്രിസ്തു. ദൈവമക്കൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സഭയിലുള്ള വിശ്വാസികൾ ദൈവത്തെ അറിഞ്ഞവർ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഒരു കുടുംബത്തിന്റെ തല എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു ലേബൽ കിട്ടുമായിരുന്നു, യേശു ക്രിസ്തു ഈ വീടിന്റെ നായകൻ. കൺവെൻഷനൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും ഓറഞ്ച് കളറിലൊക്കെ എഴുതിയ ഒരു ബോർഡ് കിട്ടുമായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വന്ന് നേരെ നടുവിലത്തെ മെയിൻ ഡോറിന്റെ വാതിക്കൽ ആണി അടിച്ച് വെക്കും. ആ യേശു അകത്തൊന്ന് പറയുന്നൊക്കെ ഒന്ന് കേൾക്കണം. ആ യേശു വീടിനകത്ത് നിന്ന് പറയുന്നത് എവിടെ നിന്ന് കേൾക്കണം? പുറത്തു നിന്നൊന്ന് കേൾക്കണം. യേശു എന്ത് ചെയ്യും? ഓടിപ്പോവും. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പ്രയോറിറ്റി എന്ന് പറയും. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുഖ്യസ്ഥാനം, പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തിനാന്ന് അറിയാമോ? ഭൗതികത്തിനാണ്. ഹലോ, ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിനാണ്, ഭൗതികത്തിനാണ്. എന്നാൽ ഈ വിശ്വാസി ആയി കഴിയുമ്പോൾ ട്രെയിൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഭൗതികം വേണ്ട, ആത്മീയം മതി. ഇതെന്ത് ചെയ്ത അകത്തോട്ടൊന്നും ഇല്ല, കേരളത്തില്ല. അപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പൊ നമുക്ക് ഉറക്കം വരും. കാരണം എന്താ? നമ്മുടെ ഉള്ളിലോട്ട് ഇതെങ്ങാനും കേറിപ്പോയാൽ എങ്ങാനും നമ്മൾ എന്ത് ചെയ്താലോ? മനസ്സിലായി? നമുക്ക് ഇരിക്കാൻ സമയം തരത്തില്ല, നമുക്ക് ജോലി തിരക്ക് വരും, നമുക്ക് പല പരിപാടികൾ വരും. നമ്മുടെ സമയത്തിലും പേരല്ലല്ലോ ഉള്ളത്. പക്ഷെ ഇതിനു വേണ്ടി വില കൊടുക്കുന്നവരെ എവിടെ പോകും? ഇതേ ക്ലാസ്സിലുള്ളൂ. പ്രായം കുറഞ്ഞ മാതിരിയായാലും ഏരിയ മാറ്റിയും ശ്യാമളാന്റിയും ഒക്കെയാണ് മുമ്പിൽ വരുന്നത്. അതുപോലെ ഏറ്റവും കുറഞ്ഞു പിള്ളേരൊക്കെ എന്ത് ചെയ്തിരിക്കുക? ഇതൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ള നിലയിൽ ഇരിക്കുന്നത്. ഒരു ഫാമിലിയുടെ തല എന്ന് പറയുന്നവരാണ് ക്രിസ്തുവാണ്. ക്രിസ്തുവിനുള്ളവരായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിന്നുള്ള ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. എന്തിനാന്ന് പറയാമോ? ഇതാണ് അകത്തെ ഫാമിലി. ഹലോ, ഇവിടെ പഠിച്ചതാണ് അവിടെ ചെയ്യത്തുള്ളൂ. ഈ വീട്ടിൽ പഠിച്ചത് ഇനി അപ്പീൽ എന്ത് ചെയ്യും? ഇവിടെ പഠിച്ചത് ഒരു ഫാമിലി ആയി കഴിയുമ്പോൾ അവിടെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവൻ ചോദിക്കും, നിങ്ങളിൽ നിന്നല്ലേ ഞാനിത് പഠിച്ചത്, നിങ്ങളല്ലേ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങളല്ലേ ഇത് പറഞ്ഞു തരാതിരുന്നോ എന്നൊക്കെ എന്ത് ചെയ്യും? വലുതാകുമ്പോൾ അപ്പീൽ ചോദിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഫാമിലി അവന്റെ യൗവന കാലം എന്ന് പറയുന്നത് ജനനം മുതൽ ഒരു 18 വയസ്സ് വിളിച്ചു. ഈ 18 വയസ്സ് വരെ എന്തൊക്കെ കാണുന്നുണ്ടോ, എന്തൊക്കെ കേൾക്കുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ അറിയാതെ അവന് തീർന്നിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. 18 വയസ്സ് കഴിയുമ്പോൾ അപ്പീലിനെ നന്നാക്കാന്ന് വിചാരിച്ച നിങ്ങൾ ഒരു വഴിയാകുമെന്ന് അർത്ഥം. അപ്പീൽ 18 വയസ്സ് വരെ പഠിച്ചത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നത്? ചെരിഞ്ഞ് നടക്കുക, മുമ്പോട്ട് നടക്കത്തില്ല. മക്കളോട് പറയാണ് നേരെ വന്നു വരെ നടക്കുവോ? ഇല്ല, അത് ചെരിഞ്ഞാൽ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. ഒരു കുടുംബത്തിനകത്ത് തല ക്രിസ്തുവാകുമ്പോൾ മാത്രമാണ് ആ തലയ്ക്ക് താഴോട്ടുള്ള പിതാവ്, മാതാവ്, മക്കളിലേക്ക് ആ ക്രിസ്തുവിന്റെ സ്വഭാവം വ്യാപരിക്കുന്നു. ക്ലിയറാണോ? ഈ ക്രിസ്തുവിനെ എപ്പോ മാറ്റി വെക്കുന്നോ അവിടെ ജഡം തലപൊക്കും. മനസ്സിലായോ? കൈ കിട്ടുന്നത് വെച്ച് എറിയുകയും
അല്ലെങ്കിൽ വീടിന് ചുറ്റും ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ക്രിസ്തു എവിടെയാ? ക്രിസ്തു ആ വീട്ടിലില്ല. ലേവലിൽ എവിടെ ഉണ്ട്? കട്ടളപ്പടിയില് ഉണ്ട്. പക്ഷെ വീടിന്റെ ഗൃഹനാഥൻ വീടിന് ചുറ്റും ഓടിക്കുക. ക്രിസ്തുവിനുള്ളവരായി തലമുറകളെ വളർത്തുവാൻ ദൈവം ഗിഫ്റ്റായിട്ട് കുടുംബത്തിന് നൽകുന്നതാണ് ഒരു ഗിഫ്റ്റ്. സെക്കൻഡാവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കളെ ലഭിക്കാൻ വൈകി. എന്നാൽ ഒരു തലമുറ വന്നു കഴിഞ്ഞപ്പോ മാതാപിതാക്കളുടെ ഇഷ്ടം എന്തായിരുന്നു എന്നറിയാമോ? പുരോഹിതനാക്കാനും. കാരണം എന്താ? കിട്ടാതെ കിട്ടിയപ്പോ അവർക്ക് ഒരു ആഗ്രഹം, ഇവനെ എന്ത് ചെയ്തേക്കാം, ദൈവ വേലയ്ക്ക് കൊടുത്തേക്കാം. അത് പിതാവിന്റെ ഇഷ്ടമാണോ എന്ന് ഭാര്യ എന്തില്ല, ചോദിച്ചില്ല. അവൾ ദൈവവുമായിട്ട് ഒരു തീരുമാനം, എനിക്കൊരു മകനെ തന്നാൽ, അല്ല ഞാൻ പറയാം, ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യം പറയാം. മക്കളെ കിട്ടി എനിക്കൊരു മകനെ തന്നാൽ ഞാൻ ചെയ്തേക്കാം, ദൈവത്തിന് വേണ്ടി തന്നേക്കാം. ഞാൻ ചോദിക്കട്ടെ, യോഹന്നാൻ എന്ന് പറയുന്നത് ഒരു അമ്മയുടെയും ഒരു അപ്പന്റെയും മകനാണ്. പക്ഷെ യോഹന്നാന്റെ ജനനത്തിന്റെ പിന്നിലെ പർപ്പസ് ഒരു മാതാപിതാക്കളുടെ ഉദ്ദേശമല്ലായിരുന്നു. ആയിരുന്നോ? അല്ല. ദൈവത്തിന്റെ പർപ്പസ് യോഹന്നാൻ ജനിക്കേണ്ടത് ഏത് ഭവനമാണെന്നും ഏത് പക്വതയുള്ള മാതാപിതാക്കളുടെ വീട്ടിൽ ജനിക്കണമെന്നും ദൈവം മുന്നമേ യോഹന്നാനെ കുറിച്ച് എഴുതി വെച്ചിരുന്നു. നിസ്സാര കാര്യമല്ല യോഹന്നാൻ ചെയ്യാൻ പോകുന്നത്. യോഹന്നാൻ എവിടെ ജനിക്കണമെന്ന് ദൈവം നിർണയിച്ച സമയത്ത്, അങ്ങനല്ലേ യോഹന്നാന്റെ ദൂതം വന്ന് സെക്കറിയാവിനോട് പറയുമ്പോ സെക്കറിയാവിന്റെ പ്രാർത്ഥനയായിരുന്നു ഏത്? എനിക്കൊരു മകനെ ലഭിക്കണം. ദൂതന്റെ മറുപടി കേട്ടോണം, സെക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി മറുപടി എന്ന് വെച്ചാൽ കുടുംബത്തിനകത്ത് ഒരു തലമുറ ഇല്ലാത്തതിന്റെ വേദനയിൽ പിതാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ പിതാവിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൂതം വന്നിട്ട് പറയാ, സെക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക്, സെക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. സെക്കറിയാവിന്റെ മറുപടി എന്താ കേട്ടെ? ഈ പുള്ളി എന്തിനാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പ്രാർത്ഥിക്കാൻ പാസം ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ നമ്മളെ കാടടച്ചിരിക്കുകയാണ്, വെടിവെക്കണം. ഒരു സൈഡിൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മുടെ ഓർമ്മയോടെല്ലാം പറഞ്ഞു തീരുമ്പോ ഇനി ഒന്നും ഇല്ലല്ലോ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് തന്നെയായിരുന്നു സെക്കറിയാവ് ചെയ്തത്. സെക്കറിയാവ് ഇത് തുടങ്ങിയത് തന്റെ വിവാഹം കഴിഞ്ഞ നാൾ തൊട്ടാണ്. പക്ഷെ ദൂതം വന്ന് പറഞ്ഞപ്പോ സെക്കറിയാവിനൊരു ബോധമുണ്ടായി. സെക്കറിയാവ് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പൊ ഇവൻ പ്രാർത്ഥിച്ചെന്തിനാ? അല്ല, നല്ല പ്രായം കഴിഞ്ഞപ്പോഴേ പ്രാർത്ഥന നിർത്തണ്ടേ? ദൂതൻ പ്രാർത്ഥനയ്ക്കുള്ള ദൂതുമായി വന്നിരിക്കുക. അപ്പൊ സെക്കറിയാവ് പറയാണ്, ഇതൊക്കെ എങ്ങനെ ആരെ പഠിപ്പിക്കുക? ദൈവത്തെ പഠിപ്പിക്കുക, ദൂതനെ പഠിപ്പിക്കുക. ഇതൊന്നും എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല. നീ ഒരു കാര്യമില്ല, നടക്കുന്നത് വരെ ഇനി നീ പ്രാർത്ഥിക്കണ്ട. ഹലോ, ഇനി നീ എന്ത് ചെയ്യണ്ട? വാ വിളിച്ചാലല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നീ എന്ത് ചെയ്യണ്ട? വാ വിളിക്കണ്ട. ഇത് കാണുന്നത് വരെ ഞാൻ മൂല്യം ഇരുന്നോ. സെക്കറിയാവ് ഒരുപക്ഷെ പ്രാർത്ഥിച്ച മകനായിരിക്കില്ല ഭവനത്തിനകത്ത് വന്നത്. സെക്കറിയാവ് ഒരുപക്ഷെ ആഗ്രഹിച്ചതായിരിക്കും ഒരു മകൻ, വെറുതെ ഒരു മകൻ, അല്ലെങ്കിൽ വെറുതെ ഒരു മകൾ. പക്ഷേ ദൈവത്തിന്റെ നിർണയം, യേശുവിന് വഴിയൊരുക്കുന്ന ഒരുവനെ എനിക്ക് അയക്കണം. ഹലോ, യേശുവിന് വഴിയൊരുക്കുന്ന ഒരുവനെ എനിക്ക് അയക്കണം. എങ്ങോട്ട് അയക്കണം? വർഷങ്ങളായിട്ട് ഒരുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസമില്ലാത്ത പ്രാർത്ഥന. എന്നാലും ദൈവം കൊടുത്തു. ദൈവത്തിന് അറിയാം, അവൻ പുരോഹിതനാണ്, അവൻ നേരിടുള്ളവനാ. അവൻ എന്ത് ചെയ്തു? മകനെ നീതിയായി വളർത്തു. മകനെ കറക്റ്റ് അവിടെ കൊടുത്തു. വേറെ കുടുംബമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? വേറെ മാതാപിതാക്കളില്ലാഞ്ഞിട്ടാണോ?
അതാ പറഞ്ഞേ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനം. എവിടെ വന്ന് കിട്ടുന്നു, കിട്ടുന്നതൊക്കെ ദൈവത്തിന്റെ ദാനം. നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരുപക്ഷെ ഇല്ല. മക്കൾ ആഗ്രഹിച്ച മാതാപിതാക്കളെ ആയിരിക്കില്ല നിങ്ങൾ, കേട്ടോ. മക്കൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളായിരിക്കുകയായിരുന്നു നിങ്ങൾ. മക്കളുടെ ആഗ്രഹം അമേരിക്ക ജനിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ പിച്ചക്കാരന്റെ വീട്ടിൽ ജനിച്ചതോടുകൂടി പിച്ചെടുത്ത് എന്തായി? പക്ഷെ മാതാപിതാക്കൾ ആ മക്കളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ദൈവം തന്ന മകൻ, എനിക്ക് ദൈവം തന്ന മകൾ. നമ്മൾ പലപ്പോഴും സൺഡേ ക്ലാസ് പഠിക്കാൻ വേണ്ടി പിള്ളേരെ വിടും. സൺഡേ സ്കൂൾ പഠിക്കാൻ ആരെ വിടും? അമ്മൂനെയും അമ്മൂനെയും അശ്വിനെയൊക്കെ ആര് വിടും? 18 വയസ്സ് വരെ വിജിയുടെയും അനുവിന്റെയും ഒക്കെ കയ്യിലായിരുന്നുള്ളൂ. 18 വയസ്സിനുള്ളിൽ പഠിപ്പിച്ച് ഒരു ദൈവ ഭവനത്തിലേക്ക് ഒരു മാതാവായി പോകേണ്ടുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചെടുത്ത് ഒരു മാതാവ് ഒരു ഭവനത്തിൽ എന്ത് ചെയ്യണം, ഒരു സഹോദരൻ ഒരു ഭവനത്തിൽ ചെന്നാൽ എന്തായിരിക്കണം, ഒരു അമ്മ എന്തായിരിക്കണം പഠിപ്പിക്കാനുള്ള ടൈമാണ് 18 വയസ്സ്. ഇന്ത്യയിലാണെങ്കിൽ 21 വയസ്സ് വരെ കേരളത്തിലെ നിയമം അനുസരിച്ച് അവിടെ കിട്ടും. ഇന്ത്യയിൽ നമുക്ക് കിട്ടും. 21 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിക്കാനുള്ള പക്ഷെ കിട്ടത്തില്ല. ദൈവം ഒരു കുടുംബത്തെ, ഫാമിലിയെ സർക്കിൾ ചെയ്തിങ്ങനെ വരച്ചുണ്ടാക്കുമ്പോ നമ്മുടെ മക്കൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ സ്വന്തമല്ല. ദൈവത്തിന് എന്തോ പർപ്പസ് ഇവരെ കുറിച്ച് ഉണ്ട്. അതുകൊണ്ട് നല്ല പൈതങ്ങളെ എന്റെ കുടുംബത്തിൽ ദൈവം തന്നു. ഞാൻ ഇവരെ യേശുവിന് മാതൃകയുള്ള മക്കളാക്കുകയും ചെയ്യും, വളർത്തും. അതുകൊണ്ടാണ് CID സൺഡേ സ്കൂളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ നിർബന്ധത്താൽ എന്ത് ചെയ്യുന്നത്, ആ പേരൊക്കെ കൊടുക്കുന്നതിന്റെ കാര്യം. കാരണം നാളെ നശീം ഒരു മമ്മിയാണെന്ന് നശീം എന്ത് ചെയ്യണം, നിർബന്ധത്താൽ മക്കളുടെ പേര് എന്ത് ചെയ്യണം, കാരണം ഇത് പഠിച്ചതാണ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ആരാ അബ്ബേലിനെ മാതാവ് ഒന്ന് പിടിച്ചു നോക്കണം, അമ്മച്ചി അപ്പത്തിന് ചാടി വരുമെന്ന് അറിയണമെങ്കിൽ അവനെ എന്ത് ചെയ്യരുത്, തൊടരുത്. കാരണം എന്താ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ പേരക്കുട്ടി ആര്? അപ്പി. കുട്ടികളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ അടിക്കുകയും ചെയ്യും കേട്ടോ, ഞാൻ അടിക്കുകയും ചെയ്യും, വഴക്കം പറയും. പക്ഷെ അപ്പച്ചനും അമ്മച്ചി എന്തില്ല, അപ്പച്ചനും അമ്മച്ചിക്ക്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഞങ്ങളോടൊന്നും ഇങ്ങനെയൊന്നും ഈ അപ്പച്ചനും അമ്മച്ചി എങ്ങനെയായിരുന്നു? എനിക്ക് ഓർമ്മ കിട്ടിയിട്ട് ഞാൻ നിക്കറില് കാര്യം സാധിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അടി കിട്ടിയില്ലേ? അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടോ? അതിന് കുറവ് അപ്പത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു? അനുഭവങ്ങളോട് അനു മമ്മിയോട് തീരണം ചോദിച്ചു നോക്കണം, ഈ അപ്പത്തിന് എങ്ങനെയായിരുന്നു, വീരപ്പനായിരുന്നു? ഇപ്പൊ അപ്പച്ചനെ ഇട്ട് തീർപ്പിക്കാൻ, അപ്പച്ചനെ ഇട്ട് തത്തുക, ബൈക്ക് പഠിപ്പിക്കാനൊക്കെ പോകണം അപ്പച്ചന. ഹലോ, ഒരു കുടുംബത്തിനകത്ത് നിന്ന് പുറത്തോട്ട് പോകുന്ന വ്യക്തിയുടെ പ്രായത്തിന് മുമ്പേ ആ വ്യക്തിയെ ശീലിപ്പിക്കേണ്ട ആളാണ് മാതാവും പിതാവും. അതുകൊണ്ടാണ് വചനം പറഞ്ഞ പാല് തന്റെ നടപ്പിനെ എന്താ നിർമ്മലമാക്കുക എന്ന് പറഞ്ഞാൽ, എന്താ നിർമ്മലമാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തത്, തെറ്റില്ലാത്തത്, ശരിയായത് ചെയ്യുവാൻ അവനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവത്തിന്റെ വചനവും എവിടെ ചെല്ലണം? ഈ 18 വയസ്സിനുള്ളിൽ ഇവരുടെ അകത്തേക്ക് എത്തിയണം, ചെല്ലണം. അതിന് ആദ്യം നേരെയാകേണ്ടതാകാൻ അറിയാമോ? എന്നാൽ മാത്രമേ ഈ സാധനം അകത്തോട്ട് ചെല്ലത്തുള്ളൂ. മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മക്കളെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. മാതാവും പിതാവും ഉപവസിക്കുന്നുണ്ടെങ്കിൽ മക്കളെന്ത് ചെയ്യും? മാതാവും പിതാവും ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ മക്കളെന്ത് ചെയ്യും? ഇതെല്ലാം തിരിച്ചു നോക്കി. ആരാധനയ്ക്ക് പോകാത്ത മാതാവും പിതാവും മക്കളോട് പറയുകയാണ്, ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകും. അപ്പൊ അവൻ നടക്കേണ്ടുന്ന വഴിയിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വേണ്ട. ഹലോ,
എന്താ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം? ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കണ്ടീഷണൽ ക്ലോസ് വചനത്തിനകത്തില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ആര് ഉണ്ടോ? ഹലോ, മാതാപിതാക്കൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. വേണ്ടേ? സ്നേഹിക്കണം. അപ്പൊ ഞങ്ങൾ സ്നേഹിക്കുന്നത് ആരെയാ? ഞങ്ങൾ മക്കൾ സ്നേഹിക്കുന്ന ആരെയാ? ഈ മാതാവും പിതാവും ഇവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആര് കാണണം? ഇവര് സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവരെ സ്നേഹിക്കൂ? പ്രവൃത്തിയിലൂടെ സ്നേഹം വെളിവാക്കി കൊടുക്കണം കുടുംബത്തിനകത്ത്. അപ്പോഴാണ് വരുന്ന തലമുറ അത് ഫോളോ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, അത് തീരത്തില്ല, ആക്ടിവേറ്റ് ആകത്തില്ല, പ്രവൃത്തി പദത്തിലെത്തിയില്ല, എത്തപ്പെടത്തില്ല. എല്ലാവർക്കും ഇഷ്ടം എന്നേക്കാൾ നന്നായിട്ട് മക്കൾ ചെയ്യണം അല്ലേ? എല്ലാ അമ്മമാരുടെ അപ്പന്മാരുടെ ആഗ്രഹം ഞങ്ങളെക്കാൾ നല്ല രീതിയിൽ ചെയ്യണം. ഈ കുറച്ച് പ്രായം കഴിയുമ്പോൾ മക്കൾ തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തോ ഞങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം ഒരു മൊബൈൽ ഇതിനകത്ത് ഒരു ക്ലിപ്പ് കണ്ടു. ഒരു കുഞ്ഞിനോട് അമ്മ വന്നിട്ട് പറയാൻ, നിന്നെ ഞാൻ 10 മാസം ചെയ്ത ചുമന്ന് കഷ്ടപ്പെട്ട ഈ നിലയിൽ ആക്കിയത്. കൊച്ചു തെറ്റി ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഇരുക്കത്ത് കിടന്ന എന്നോട് എവിടെ ഒരു ട്യൂബിലേക്ക് പോലും ഇല്ലാതെ വയറ്റി കിടന്നാരാ? ഞാൻ. എന്റെ പേര് പറഞ്ഞ് നടന്നുള്ള ഹോട്ടലിൽ നിന്നെല്ലാം ഫുഡ് കഴിച്ചാരാ? അമ്മ. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം മര്യാദക്ക് തന്നിട്ടില്ല. 10 മാസം ഭക്ഷണം കഴിക്കാതെ അമ്മ കഴിക്കുന്നതിന്റെ വീതവും പറ്റി ഞാൻ അവിടെ കിടന്നു, വയറ്റിൽ കിടന്നു. വെളിച്ചം എന്ന് പറയുന്ന സാധനം ഞാൻ ഇതില്ല, തന്നിട്ടില്ല. ഞാനാണോ കഷ്ടപ്പെട്ടെ? അമ്മയാണോ കഷ്ടപ്പെട്ടെ? കുഞ്ഞിന്റെ ചോദ്യമാണ്. അതൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കൊന്ന് ചിന്തിക്കാനെന്താ ഒരു ചോദിക്കുന്നേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ, കണ്ടോ, ഈ ബാലന്റെ ഏജ് എത്രയായിരിക്കും? ബാലന്മാർക്ക് പറയുമ്പോൾ പ്രായം എത്രയായിരിക്കും? താഴെ വരുന്നുള്ളൂ. കാരണം മറ്റത് കഴിയുമ്പോൾ 10, 12 കഴിയുന്ന കൗമാരം, പിന്നെ യൗവനം. അപ്പോ ഈ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ വൃദ്ധനാകുന്നത് വരെ അവന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്, ആ ബാല്യ പ്രായത്തിൽ ഇവന്റെ ഉള്ളിൽ ചെന്നത് ഇവൻ വൃദ്ധനായത് തീര. അതിനകത്തൊരു വലിയ മർമ്മമുണ്ട്. ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഇന്റൻഷൻ എങ്ങനെയായിരിക്കണം? മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എപ്പോഴും എന്തായിരിക്കണം? ഹലോ, എന്തായിരിക്കണം? ഇതെന്താ? എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഹലോ, എന്തായിരിക്കണം? മാതാവിന്റെ പിതാവിന്റെ ആഗ്രഹം ഒന്നായിരിക്കണം. തല്ലാനാണെങ്കിലും ഒന്നായിരിക്കണം, തലോടാനാണെങ്കിലും. അപ്പൻ തല്ലുമ്പോ അമ്മ നോ എന്ന് പറയരുത്. ഹലോ, കേൾക്കണോ? അപ്പച്ചൻ തല്ലാൻ പിടിക്കുമ്പോ അങ്ങ് എന്ത് ചെയ്യരുത്? വഴിയെ കയറി പിടിക്കരുത്. കാരണം ഇവനൊരു തോന്നൽ വരും, എനിക്കൊരു സപ്പോർട്ട് എവിടെ ഉണ്ട്? മാതാവ് തല്ലാൻ പിടിക്കുമ്പോ പിതാവ് എന്ത് ചെയ്യരുത്? അടുക്കരുത്. കിട്ടണതാണെങ്കിൽ കിട്ടിക്കൊണ്ടെന്ന് ചെയ്യണം, വിചാരിക്കണം. കാരണം ഇവന്റെ ബാല്യപ്രായത്തിൽ ഇവന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ടാകും, എന്നെ സഹായിക്കാൻ എന്റെ അപ്പൻ ഉണ്ട്, എന്റെ അമ്മ ഉണ്ട്, എന്റെ വലിയ പച്ചൻ ഉണ്ട്. ഈ ഒരു ചിന്തയിൽ ഇവൻ ഏതറ്റം വരെ പോകും. മനസ്സിലായോ? ഒരിക്കലും നമ്മുടെ ചിന്തകൾ രണ്ടായി പോകരുത്. നമ്മളൊരു ശിക്ഷണം നടത്തുവാണെങ്കിൽ ആ ശിക്ഷണത്തിനകത്ത് കൃത്യമായ കാരണമുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ ചിന്ത ഒന്നായിരിക്കണം. ചിലപ്പോ കുഞ്ഞുങ്ങളോട് അപ്പൻ
അപ്പന്റെ അടുത്താണ് അല്ല അമ്മയുടെ അടുത്താണ് കൂടുതൽ സോഫ്റ്റ് കോർണർ എങ്കിൽ ഇപ്പൊ മനു വന്നിട്ട് അമ്മച്ചോട് പറയണം, അമ്മച്ചി എനിക്ക് നാളെ രാവിലെ അങ്കമാലി വരുന്നു പോണം. അമ്മച്ചി ചോദിച്ചു എന്തിനാളാ ഇപ്പൊ നീ അങ്കമാലിക്ക് എന്തിരുന്നേ പോകുന്നത്? അമ്മച്ചിക്കും അറിയാം, ചോദിക്കുന്ന മനുവിന് അറിയാം വിടേണ്ട ആളെ അമ്മച്ചി അല്ലെന്ന്. ഹലോ, മനസ്സിലായോ? ചോദിക്കുന്ന മനുവിനും അറിയാം, കേൾക്കുന്ന അമ്മച്ചിക്കും അറിയാം ഞാനല്ല പെർമിഷൻ കൊടുക്കേണ്ടത്. പെർമിഷൻ കൊടുക്കേണ്ട ആള് മുറ്റത്ത് പത്രം വായിച്ച് ഇരിക്കുന്നു. എന്നാലും ഒരു സപ്പോർട്ടിന് നമ്മളവിടെ വരും, അമ്മയുടെ അടുത്ത് വരും. അപ്പൊ അമ്മയുടെ അടുത്ത് കൊണ്ട് ചോദിച്ചാൽ അമ്മച്ചി ഞാനിങ്ങനെ പോകട്ടെ, കൂട്ടുകാരൊക്കെ എന്തെയ്യുന്നുണ്ട് അങ്കമാലി വരുന്നുണ്ട്, ഒരു ജ്യൂസ് കുടിക്കാൻ പോകാനാണ്. അവിടെ പോലെ ജ്യൂസ് കുടിക്കാൻ പോകാൻ. അപ്പൊ ജ്യൂസ് കുടിക്കാൻ പോകാൻ സമ്മതം മേടിക്കാൻ അമ്മ പറഞ്ഞ അടുത്ത ഡയലോഗുണ്ട് അപ്പനോട് ചോദിച്ചിട്ട് നീ ചോദിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ നീ പെർമിഷൻ ആരോട് മേടിച്ചോണം? അപ്പനോട് മേടിച്ചോണം, പൊക്കോണം. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാൽ ചെയ്തോണം. പോകണ്ടെന്ന് പറഞ്ഞാലോ അതിനുവേണ്ടിയുള്ള തടയം വിട്ടേ. ഹലോ, പോകണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്മ വന്നിട്ട് തീരണം, അവനൊന്ന് പോയിട്ട് വരട്ടെ, ഒന്ന് വിട്. അതേക്കാം അവള് പറഞ്ഞോണ്ട് ഞാൻ ചെയ്തേക്കാം, ഒന്ന് വിട്ടേക്കാം. പക്ഷെ 5 മണിക്ക് മുമ്പ് എന്ത് ചെയ്തോ വീട്ടിൽ കയറിക്കോണം. സൈൻ ചെയ്യുന്നത് ആരാ? അപ്പനാണ്, അല്ലേ? അതെ, അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അപ്പനുണ്ടെങ്കിൽ അമ്മയല്ല സൈൻ ചെയ്യുന്നത്, അപ്പനാ സൈൻ ചെയ്യുന്നത്. ഇത് കണ്ട് പഠിക്കുന്ന ഒരു ബാല്യമുണ്ട്, മനസ്സിലായി? ഈ ബാല്യത്തിൽ നിന്ന് മനു ഒരു അപ്പനായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ബാല്യത്തിൽ വളർന്നതാളെ സ്നേഹം. ഏത് മക്കളും ഇങ്ങനെ തന്നെയാണ്, അല്ലെ? കേരളത്തിലെ കൾച്ചർ അനുസരിച്ച് വീട്ടിൽ വളർത്തുന്ന ഇങ്ങനെ തന്നെ. അപ്പൊ സ്നേഹയും മനുവും കൂടെ ഒരു മാതാവും പിതാവുമായ റോളിലേക്ക് വരുമ്പോ ഈ പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ പപ്പൻ തല്ലാൻ പോകുന്ന സമയത്ത് അമ്മ വഴിയെ കയറി പിടിച്ചാൽ കുഞ്ഞിനെ വഷളാക്കി കളയും. അവിടെ പറയുന്ന ബാല്യത്തെ പറ്റിയാണ് ആ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നുണ്ട് വടിയെ സ്നേഹിക്കുന്നതാണ്. തന്റെ മക്കളെ എന്ത് ചെയ്യുന്നു? വടിയെ സ്നേഹിക്കും. മക്കളെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യും? വടിയെടുക്കും. മക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവൻ പോകുന്ന വഴിക്ക് ഓട്ടം ചിന്തിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർദ്ധക്യം വരെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ എന്ത് ചെയ്യാം? നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളോടെ ചോദ്യം, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ കൂടെ ഉള്ളൊരു കൈ കുത്തി ആരൊക്കെയുണ്ടോ? മാതാപിതാക്കള് അവരുടെ മാതാപിതാക്കൾ ഇപ്പോഴും കൂടെ ഉണ്ടോ? ഇല്ല. ഒരു സമയം കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ എങ്ങനെ ഈ ഭൂമി ജീവിക്കണമെന്നുള്ളൊരു പാഠം കിട്ടി. ഹലോ, ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഒറ്റ പർപ്പസ് ദൈവത്തിനുള്ളൂ. ഈ യേശുവിനെ എന്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. ആമേൻ. ഭൂമിയിലുള്ളവരും ലോകത്തിലുള്ളവരും കിട്ടാൻ, പക്ഷെ യേശുവിനെ എന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവരണം. മാതാവും പിതാവും കൊണ്ടുവരാതെ മക്കൾ കൊണ്ടുവരില്ല. അതിനിപ്പോ എന്നെ തലകുത്തി പറഞ്ഞാലും നടക്കത്തില്ല. ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അത് ഓർത്ത് ദുഃഖിച്ചിട്ടും കാര്യമില്ല. ദൈവത്തെക്കുറിച്ചും പിശാചിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും അറിവുള്ളവരായി മക്കൾ വളരണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തെ കുറിച്ച് അവന്റെ പ്രവർത്തികളെ കുറിച്ച് ആർക്കറിവുണ്ടായിരിക്കണം? അമ്മുവിനും നശീമയ്ക്കും അബ്ദിയലിനും വേണോ? ധാരാളം പോലെ വേണോ? എന്ത് വേണം? ഒരറിവുണ്ട്. ആരെ കുറിച്ച്? ആരാണ് എന്റെ ദൈവം? എന്റെ മാതാപിതാക്കൾ സേവിച്ചു വന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യമാക്കണം. ബാല്യകാലത്ത് തന്നെ മക്കളിലേക്ക് ഇൻജക്ട് ചെയ്യണം. ദൈവിക കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുമ്പോൾ പിള്ളേരില്ലെന്നേ പറയത്തുള്ളൂ. കാരണം ജഡത്തിൽ അവര് മക്കൾക്ക് എന്തല്ല. നസീമ ആദ്യം പറഞ്ഞ പാട്ട് പാടാൻ അയ്യോ ഞാനൊന്നും ഇല്ല, പക്ഷെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്തായി 2 പാട്ടുകൾ പാടി. അങ്ങനെ ജഡത്തെ ഷേപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്. ആദ്യം ദൈവത്തെ കുറിച്ചും അതിന്റെ പ്രവൃത്തികളെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ. 2, പിശാചും അവന്റെ പ്രവൃത്തികളും എന്താണെന്ന് ബാല്യകാലത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവബോധം കൊടുക്കണം. ദൈവം ആരാണ്?
പിശാചാരാണ്. 3, ഭൂമിയും ആകാശവും സൃഷ്ടിച്ച ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ള തിരിച്ചറിവ് ആർക്ക് കൊടുക്കണം? മക്കൾക്ക് കൊടുക്കണം. ഭൂമി ആകാശവും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ള ബോധ്യം മക്കൾക്ക് കൊടുത്താൽ മക്കൾ എന്ത് ചെയ്യില്ല? ഈ ദൈവത്തെ വിട്ടേക്കും പോകത്തില്ല. പോയാൽ തിരിച്ചു വരും. എവിടെ വരെ പോയാൽ ആ ലിമിറ്റ് കഴിയുമ്പോൾ ദൈവം ചെയ്യും, ഇങ്ങോട്ട് വലിക്കും. കുടുംബനാഥന് ഒരു ഉത്തരവാദിത്വമുണ്ട്. കുടുംബനാഥയ്ക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ കുടുംബനാഥ അല്ലെങ്കിൽ മാതാവും പിതാവും ആരെന്നാ പറഞ്ഞ ദൈവത്താൽ തലമുറകളെ വളർത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഹലോ, ദൈവത്താൽ അടുത്ത ജനറേഷനെ വളർത്തുവാൻ ദൈവം നിയോഗിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ 1, 2, 3, 4 മക്കൾ വന്ന് അവരെ വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾ. എപ്പോൾ മക്കൾ ഒരു ഫാമിലി ആകുമോ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിയും. ഹലോ, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഫാമിലി ആയാലും പാസ്വേഡ് ചെയ്യാൻ ഫാമിലി ആയാലും അങ്ങനെയൊന്നും പോകണ്ട, ഇവിടെ നിന്നാ മതി. ഞങ്ങളോട് ഫാമിലി ആയ അടുത്ത സ്റ്റെപ്പ് പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഹലോ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരറിഞ്ഞ അവർ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ മാതാപിതാക്കൾ എന്താണോ ചെയ്തത് അത് അവർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? അതെ. അതുകൊണ്ടാണ് പറഞ്ഞ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. മക്കൾ ഫാമിലിയിലേക്ക് നമ്മൾ വേറെ കുടുംബമാണ്. അവരെ വിടാനെന്തല്ല, മാതാപിതാക്കൾ ഒരുക്കമല്ല. നോ, വചനപ്രകാരം അവൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ ഭാര്യയോട്. ഹലോ, ശരിക്കും അപ്പനെ അമ്മയും പിരിഞ്ഞു വന്നത് ഭാര്യമാരല്ലേ? അതെ, അപ്പനെ അമ്മയും വളർത്തിക്കൊണ്ട് വന്ന 18 വയസ്സ് 20 വയസ്സായ പെൺമക്കളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ പറയും, മോളെ ഇന്ന് മുതൽ നിന്റെ വീട് ഏതാ? നിന്റെ അച്ചാച്ചന്റെ വീടാ. നിന്റെ വീട് ഇവിടെ കാണിച്ച കോപ്രായം ഒന്നും ചെയ്യരുത്, കാണിക്കരുത്. ഹലോ, പക്ഷെ വചനം പറഞ്ഞറിയാമോ? നിന്റെ അടുത്തേക്ക് വന്ന ഭാര്യയുടെ അപ്പനെയും അമ്മയും വിട്ട ഭർത്താവിനോട് ചേരുമെന്നല്ല പറഞ്ഞത്. ഹലോ, അങ്ങനെയാണോ പറഞ്ഞത്? അല്ലേ, ഇവർ വേറെ ഫാമിലി ആയി കഴിഞ്ഞു. പുരുഷൻ എവിടെ നിൽക്കുന്ന? പുരുഷൻ ഞാൻ അല്ലെങ്കിൽ മനു എവിടെ നിൽക്കുന്നത്? അപ്പൻ്റെ അമ്മയുടെ കൂടെ. വിവാഹം കഴിയുന്ന നാൾ മുതൽ ഞാനും മനുവും പുതിയ കുടുംബമാണ്. നിങ്ങൾക്ക് വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ചെയ്യാം, ഞങ്ങളുടെ മക്കളെ കൂടെ ഒക്കെ എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. ഇടയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ കൊണ്ട് കൊണ്ടുപോയി ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് പാർക്കുവാൻ അനുവദിക്കണം. ഹലോ, അത് എന്ത് ചെയ്താലും ഞാൻ ചെയ്യും. എന്റെ കണ്ണറിയുന്നത് ഇവരെ മതി. ദൈവത്തിന്റെ പർപ്പസ് ഒരു പുതിയ മനുവിനെ ക്രിയേറ്റ് ചെയ്യുക, പുതിയ സജിനെ ക്രിയേറ്റ് ചെയ്യുക അല്ല. മനു സജിന് ഒന്നേ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ രണ്ടുപേരും മാത്രമേ. ദൈവത്തിന് നമ്മളല്ലാതെ ചിലതിനെ ഉണ്ടാക്കിയെടുക്കണം. വേറെ മറിയമാരില്ലാഞ്ഞിട്ടല്ല. യേശുവിന്റെ അമ്മ മറിയയുടെ അകത്ത് യേശുവിന്റെ ആ ജനനത്തിന് ആ മറിയെ ദൈവം തെരഞ്ഞെടുത്ത് ആണോ? ഇങ്ങനെ ഒരു ദൈവദാസൻ പറയുകയുണ്ടായി, ആ കാലത്ത് അനേക മറിയമാർ യേശുവിന്റെ ജനനം എന്റെ ഉദരത്തിലാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരുന്ന കന്യകമാരുടെ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. അതിനെ ഒന്നും തെരഞ്ഞെടുക്കാതെ അങ്ങോട്ട് പോയേ, ഈ മറിയുടെ അടുത്തേക്ക് പോയത്. ഹലോ,
ഒരു പർപ്പസ്. ദൈവത്തിന് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ദൈവത്തിന്റെ ഉദ്ദേശം നടക്കുന്നു. എന്നിലൂടെ ആണെങ്കിലും, എന്റെ മക്കളിലൂടെ ആണെങ്കിലും, എന്റെ തലമുറകളിലൂടെ ആണെങ്കിലും, എന്റെ മാതാപിതാക്കളിലൂടെ ആണെങ്കിലും സജിനെ ഇങ്ങനെ സ്റ്റേജിൽ നിർത്തി പ്രസംഗിപ്പിക്കുന്ന ഒരു മാതാവും പിതാവും ആക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തമുള്ളൂ. മനുവിനെ ലീഡ് ചെയ്യിപ്പിക്കുന്നത് ഈ സ്റ്റേജ് മനു പലപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെ വണ്ടറാണ്. ഒരു കാരണവശാലും സൺഡേ സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോ ബാക്കിക്കാരൻ ചെയ്തു പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് മണ്ടയിലോട്ട് വന്നു. അങ്ങനെ മനസ്സില്ല മനസ്സോടെ സ്നേഹനും പിടിച്ചെത്തിയതു. ഇപ്പൊ മാതൃകാരുടെ ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് സൺഡേ സ്കൂളിന്റെ ടീച്ചർ ആക്കിയതാ. പക്ഷെ ഇപ്പൊ മനു എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? എവിടാ എവിടാ സ്റ്റേജിലോ? എവിടാ? സെക്ഷന്റെ ഖജാൻജിയാണ് പുള്ളി സൺഡേ സ്കൂളിന്റെ. ഹലോ, വെറുതെ വിളിച്ച് മുങ്ങിയതാ. ദൈവനാമത്തിനു വേണ്ടി തന്റെ തലമുറകളെ കൊടുക്കുന്നതിലും ഉപരി ഒരു നന്മ മാതാപിതാക്കൾക്ക് ചെയ്യാനില്ല, കിട്ടാനില്ല. കാരണം ദൈവത്തിന് വേണ്ടി ദൈവം എങ്ങനെയായിരിക്കും തന്റെ തലമുറകളെ ഉപയോഗിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. അബ്ദിയേലിനെ എന്ത് ചെയ്യാൻ പോകുന്നത്? പാസ്റ്ററാക്കാൻ പോലെ ആ ഒരു ശിക്ഷണത്തിൽ നമ്മൾ ഈ ബാല്യകാലത്തിലെ പിടിച്ചാൽ ഒരു 20 വയസ്സാകുമ്പോ അവനെന്ത് പറയും? അവൻ എന്ത് പറയാനാ സാധ്യത? വല്ലവരെയും ഇതിനകത്ത് ഒഴിവാക്കി തന്ന ഉപകാരമല്ല. കാരണം ഈ പരിപാടി നമുക്ക് പറ്റുന്ന പരിപാടിയാണ്. ഇപ്പൊ തലയാണല്ലോ, ഓക്കെ ഞാൻ ചെയ്യുന്നോളൂ. ഇങ്ങനെയൊക്കെ തലയാട്ടിയതാ ഞാനും അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തില്ല. പക്ഷെ അതൊരു സമയം വന്നപ്പോ ദൈവത്താക്കി അതിലേക്ക് നയിക്കുകയാണ്. ദൈവിക പർപ്പസിനകത്ത് ഒരു ഫാമിലി, അവന്റെ തലമുറ, അവന്റെ ഫാമിലി, അവരുടെ തലമുറ, ദൈവത്തിന്റെ അനുഗ്രഹം എത്ര തലമുറ വരെയാണ് അവനെ പഠിപ്പിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ ശിക്ഷാവധി ദൈവം 4 തലമുറയോടെങ്കിലും എഴുതി ചോദിക്കുന്ന പറയുന്നത്. പക്ഷെ 1000 തലമുറ വരെ അനന്തമായി നീണ്ടു കിടക്കുന്ന അനുഗ്രഹമുള്ളത് എവിടെ അറിയാമോ? നീതിമാന്റെ തലമുറയുടെ മേലാണ്. ഈ നീതിമാൻ, നമ്മുടെ കുടുംബം നീതിമാന്റെ പട്ടികയ്ക്കകത്തോട്ട് കയറുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നോഹ ആരായിരുന്നു? നീതിമാനായിരുന്നു. ഇയ്യോബ് ആരായിരുന്നു? നീതിമാനായിരുന്നു. മോശ ആരായിരുന്നു? സൗമ്യനായ മനുഷ്യനായിരുന്നു. ഒറ്റയടിക്കൊന്നിനെ കൊന്നത്. പക്ഷേ ദൈവം പേരിട്ടതാണ് ഏറ്റവും സൗമ്യതയോടെ. മോശയെ പോലെ സൗമ്യനായിരുന്നില്ല ഭൂമിയിലില്ല. ഞാൻ പറഞ്ഞത് ഒരു തലമുറയെ കുറിച്ചുള്ള ഉദ്ദേശം. മോശ ഒരു മാതാവിന്റെ പിതാവിന്റെ പൈതലിലെ മോശ കൊട്ടാരത്തിനകത്ത് വളരണം ദൈവത്തിന് നിശ്ചയമാണ്. ആർക്കും തടുക്കാൻ പറ്റുന്നില്ല. ദാവീദ് ഒരു മാതാവിന്റെ പിതാവിന്റെ മകനല്ലേ? അവൻ കാട്ടിൽ അവസാനിച്ചു എന്ന് ചിന്തിച്ചെടുത്ത് രാജസിംഹാസനത്തിൽ ദൈവം കയറ്റിയിരുത്തി. യോസഫ് ഒരു മാതാവിന്റെ പിതാവിന്റെ മകനല്ലേ? പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ വിചാരിച്ചു തീർന്നു. പക്ഷെ ദൈവത്തിന്റെ നിർണയം അതല്ലായിരുന്നു. അനന്യാസും സഫീറയും 2 മാതാപിതാക്കളുടെ മക്കളാണ്. ഹലോ, ദൈവത്തിന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അവരെ എന്ത് ചെയ്യാൻ, ശിക്ഷിക്കാൻ. പക്ഷെ അവരുടെ ഉള്ളിനകത്ത് അവരുടെ ഹൃദയം സമ്പത്തിനോട്, അല്ലെങ്കിൽ സമ്പന്നതയോട്, ക്യാഷിനോട്, ദ്രവ്യത്തോട് ആഗ്രഹം കൂടിയപ്പോ ദൈവത്തിന്റെ ആത്മാവിനെതിരെ അവർ ചെയ്തു വ്യാജം പറഞ്ഞു. ഇവരെല്ലാം മാതാപിതാക്കളുടെ മക്കളാണ്. യൂദ ഒരു മാതാവിന്റെ പിതാവിന്റെ മകനാണ്. യൂദയെ ജനിപ്പിച്ചത് തന്നെ ദൈവം ഒരു പർപ്പസ് വെച്ചിട്ടാണ്. അത് യൂദ ജനിച്ച് കഴിഞ്ഞ് യൂദ അങ്ങനെ ആയിപ്പോയതല്ലേ കേട്ടോ. ഹലോ, അങ്ങനെയാണോ? യൂദ ഒരു മാതാവിന്റെയും പിതാവിന്റെ ഉള്ളിൽ ജനിച്ച് കഴിഞ്ഞപ്പോഴാണോ യൂദയെ കുറിച്ച് ദൈവം ഒരു നോട്ട് എഴുതുന്നത്? അങ്ങനല്ല. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേരെ ചൊല്ലി
അപ്പൊ യൂത ഉണ്ടാകുന്നതിന് മുമ്പ് ഇവന്റെ പേര് യൂത ആയിരിക്കണമെന്ന് ആര് ചിന്തിച്ചു? യൂത ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യൂത എന്ന് പറയുന്ന വ്യക്തി മരിച്ചെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടെന്ന് അറിയാമോ? ആ സെമിട്രിയുടെ ഫ്രണ്ടിലുണ്ട്. ഹലോ, അവൻ എത്ര വെള്ളിക്കാശിനാണ് യേശു നോക്കി കൊടുത്തത്? ഇവൻ ഇതുകൊണ്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 30 വെള്ളിക്കാശ് എന്താ ചെയ്തേ? ഹലോ, ഒരു സെമിട്രിയുടെ അപ്പോസ്തലനാരാ? ഞാൻ ചിന്തിച്ചതാ. ആദ്യമായി സ്വന്തമായി സെമിട്രി ഉണ്ടാക്കിയത് ആരാണ്? ഒരു പർപ്പസ് അവനെ കുറിച്ചില്ലായിരുന്നു. ആ പൈസ കൊണ്ട് മേടിച്ചത് രക്തനില എന്ന് പേരിട്ട് ഒരു ശ്മശാന ഭൂമി. ആ യൂതയോട് ഇല്ലാതെ അങ്ങനെ ഒരു ഭൂമി വരുമോ? ദൈവത്തിന് കൊള്ളത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും ചിലതിന്. ഹലോ, ദൈവത്തിന് കാക്കയെ കൊണ്ട് ഒരു മനുഷ്യന് ഉപകാരമില്ല. പക്ഷെ ഏരിയാവിനെ തീറ്റാൻ ദൈവം കാക്ക ഉപയോഗിക്കും. ഇത് ഇച്ചിരി പലതരത്തിലൂടെ ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, നമുക്കത് പെട്ടെന്ന് ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധകളൊക്കെ മാറിപ്പോകും. പക്ഷെ ഞാൻ പറയുന്നത് ശരിക്കും കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ശരിക്കും പഠിക്കുന്നത് നമ്മളായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് അത് ദൈവകൃപയാൽ എന്തൊക്കെ സമൂഹത്തിനകത്ത് അങ്ങനെ സംഗതി ഇല്ല. പള്ളിയിലൊക്കെ ആണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ആരെ കൊണ്ട് കാണിക്കണം അറിയാമോ? അച്ഛനെ കൊണ്ട് കാണിക്കണം. പിന്നെ അതിന്റെ പുറകെ വേറൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അറിയാമോ? ഇവൻ ദൈവവചനം പഠിച്ചു ഏകദേശ ക്ലാസ്സിൽ 10ാം ക്ലാസ് പാസ്സായതുള്ള ദൈവകൃപയിൽ ആ സാധനം ഇല്ല. നമുക്കതൊന്നും വേണ്ട. കുടുംബമായതിനു ശേഷം നമ്മൾ കുടുംബത്തിനകത്ത് കടന്ന് ഉരുണ്ടു മറിയുകയാണ്. നമ്മൾ അപ്പോഴല്ല പഠിക്കണ്ടേ, നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പോഴല്ല. ഇങ്ങനെയാണ് കുടുംബ ജീവിതം എന്ന് ആരാ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ. അങ്ങനെയാണോ പഠിപ്പിക്കണ്ടേ? അങ്ങനെ അല്ലെന്ന് ഈ കുടുംബ ജീവിതം. ഒരു ഭക്തനെ വിളിച്ചു പോയാൽ ഞാൻ എന്റെ കുടുംബവും ഇന്നത്തെ കുടുംബത്തിനകത്തോട്ട് പോയാലോ? കുടുംബത്തിനകത്തോട്ട് പോയാൽ പറയും ഞാൻ എന്ത് ചെയ്യാൻ പോകണം? പ്രാർത്ഥനയ്ക്ക് കുടുംബം പോകുന്നു എന്ത് ചെയ്യരുത്, എന്നോട് ചോദിക്കരുത്. കാരണം എനിക്കറിയുന്നില്ല എന്റെ കുടുംബം പ്രാർത്ഥനയ്ക്ക് പോകും. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് വ്യക്തമായി കൃത്യമായി ഒരു പിതാവിന് പറയണമെങ്കിൽ സാക്ഷ്യമുള്ള പിതാവായിരിക്കണം. പെട്ടകത്തിന്റെ വാതിൽ ചെയ്യാൻ പോവാ, അടയ്ക്കാൻ പോവാ. നോഹ ഏകദേശം 100 വർഷമെങ്കിലും ദൈവവചനം ചെയ്തിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടുന്നവർ പെട്ടകത്തിൽ വന്ന് കയറി പോകണം. കേട്ട് നിന്നവന്മാർ ഇവന്മാർക്ക് ഒരു മട്ട. ഇവനെന്താ? ഹലോ, ഇതിന് ഭ്രാന്ത. മഴ പെയ്യുന്നു പോലും. മഴ ചിന്തിച്ചേ, ഈ നോഹ അടങ്ങുന്ന 8 പേർ അടങ്ങുന്ന കുടുംബത്തിനകത്ത് എന്റെ ഈ സംശയം വന്നില്ല അല്ലേ? ശരിക്കും അപ്പൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞ ഞാൻ പറയാറുണ്ട്, കളിയാക്കാറുണ്ട്, അതൊക്കെ ഉണ്ട് ഞങ്ങളുടെ അല്ലേ. പക്ഷെ നോഹ ഒരു കാര്യം പറഞ്ഞപ്പോ തന്റെ മക്കളും തന്റെ മരുമക്കളും പെട്ടകത്തിനകത്ത് കയറാൻ കാരണം എന്താണെന്ന് അറിയാമോ? നോഹയ്ക്ക് ഒരു മാതൃക ഉണ്ടായിരുന്നു. അവൻ മാതൃകയുള്ള മനുഷ്യനായിരുന്നു, ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നവനായിരുന്നു, ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിരുന്നു. അവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് തന്റെ മക്കൾ വിശ്വസിച്ചിരുന്നു. ബാല്യകാലത്ത് ഇവനൊരു ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് ബാലന്മാർ കയറിയെന്നല്ല പറഞ്ഞേ, ആ തന്റെ മക്കളും മരുമക്കളും എവിടെ കയറി?
ഫാമിലി എന്ന് പറയുന്നത് ഇതാ. ഫാമിലി എന്ന് പറയുന്നത് തല പിതാവാണെങ്കിലും പിതാവിന്റെ കാലശേഷമാണെങ്കിലും മക്കൾ പിൻപറ്റുന്ന ഒരു പാതയുണ്ട്. ആ പാത ദൈവികമായിരിക്കണം. കുടുംബത്തിൽ നിന്ന് അത് ലഭിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരുവാനിടയായി ചെയ്യണം. ദൈവം ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നീ ഭൂമി പറഞ്ഞോ. ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടായിരിക്കാം പറഞ്ഞേ? ദൈവത്തിന് വേണ്ടതിന് എന്ത് ചെയ്യണം? ദൈവത്തിന് മാറ്റുവാൻ താല്പര്യമുണ്ട്. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യരെ വേണം. എന്നാൽ അതിന്റെ കോപ്പിയാണ് പിശാച് ചെയ്യുന്നത്. ദൈവത്തിന് മനുഷ്യരെ വേണം, പിശാചിന് വേണം. അതുകൊണ്ടാണ് നമ്മളോട് പോരാട്ടം. ഹലോ, നല്ല ഫാമിലി എവിടെയും കണ്ട അവിടെ ആരും എന്ന് പറയാമോ? ഏതെങ്കിലും തോട്ടത്തിൽ ഒരു നല്ല ഫാമിലിയെ കണ്ടു, അവിടെ ആര് കയറി? എവിടെയെങ്കിലും സ്നേഹം പങ്കിടുന്നു എന്ന് കണ്ടാൽ അവിടെ ആരും എന്ന് പറയാമോ? ഈ ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർപ്പസിനകത്തുള്ളതാണ്, ദൈവത്തിന്റെ ക്രിയേഷനാണ്. അവിടെ വരാൻ സാധ്യതയുള്ള ഒരാളെ ഉള്ളൂ, അത് ദുഷ്ടനാണ്. ദൈവത്തിന്റെ പർപ്പസ് നിന്റെ ഫാമിലി ലൈഫിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് ദൈവമല്ല, പിശാച്. കാരണം എന്താ അറിയാമോ? പിശാചിന് അവന്റെ ഒരു തലമുറയെ വേണം. ദൈവം തന്റെ തലമുറയെ വേർതിരിക്കുന്നത് പോലെ പിശാച് ഒരു തലമുറയെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തികൾക്കും അവരുടെ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് നൽകിയിരിക്കുന്ന ആ റോൾ മോഡലായി അവരെന്ത് ചെയ്യണം? കുടുംബത്തിനകത്ത് പെരുമാറണം. എന്ന് വെച്ചാൽ എന്താ? മക്കൾക്ക് ബെസ്റ്റ് മോഡലായിരിക്കണം ആര്? പേരൻസ്. മക്കൾ നമ്മളെ കുറ്റം പറയുന്ന രീതിയിലുള്ള മാതാപിതാക്കൾ ആകരുത്. ആര്? നമ്മൾ. ആര്? നമ്മൾ. മക്കൾ എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. കുറ്റം പറയാത്ത വെച്ച് ഒരു ആത്മമണ്ഡലം നമ്മളിൽ വെളിപ്പെടുവാനിടയായി ചെയ്യണം. നമ്മുടെ കുടുംബം ദൈവം വസിക്കുന്നതാകും. നമ്മുടെ തീരുമാനത്തിൽ ദൈവം വസിക്കുന്ന കുടുംബം വേണോ, ദൈവം വസിക്കാത്ത കുടുംബം വേണോ എന്ന് തീരുമാനിക്കുന്ന ആരാണെന്നറിയാമോ? മാതാപിതാവ്, മക്കളല്ല. ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ട എന്ന് പറയുന്നത് ആരാ? മാതാവ് അല്ലെങ്കിൽ പിതാവ്. ഇതാണ് ആര് ഫോളോ ചെയ്യുന്നത്? മക്കള്. അപ്പൊ ദൈവം വേണോ വേണ്ടയോ എന്ന വ്യക്തിപരമായ തീരുമാനമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്? ചൂസിങ് എപ്പോഴും മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ആദ്യം മുതലേ തെരഞ്ഞെടുപ്പ് ആരാ ചെയ്യുന്നത്? മനുഷ്യൻ തന്നെ. നടുവിരിക്കുന്ന മനുഷ്യന്റെ ഫലം തീരുന്നത് തിന്നത്. തിന്നുന്ന നാളെ നീ മരിക്കും. തിന്നണോ വേണോ തീരുമാനിക്കുന്നതാരാ? നീ. നിനക്കെന്ത് ഭവിക്കുമെന്ന് ദൈവം പറഞ്ഞു. ശരി, വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് നമ്മളാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒരു കുടുംബത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ഉറപ്പില്ലാത്തപോലെ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ബാക്ക് ബോൺ ആരാ? മക്കളാരാ? കുടുംബത്തിന്റെ തലയാരാ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഒരു കുടുംബം, സാധാരണ ഒരു കുടുംബത്തിന്റെ തലയെന്ന് പറയുന്ന അപ്പനല്ലേ? ആ കുടുംബത്തിന്റെ അപ്പന്റെ തീരുമാനങ്ങൾ പ്രവൃത്തി പദ്ധതി കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചാൽ ബാക്ക് ബോൺ അമ്മ. ഏറ്റവും കൂടുതൽ സമയം മക്കളുമായി ചെലവഴിക്കുന്ന ആരാ? അമ്മയാണ്. അമ്മയാണ് മക്കളെ ചെയ്യുന്നത്. പരിപാലനം എന്ന് പറയുന്ന പ്രവൃത്തി. ഹലോ, എടാ അത് ചെയ്ത പപ്പയ്ക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ പരിപാടി കൊണ്ട് അപ്പൻ്റെ അടുത്ത് പോയാൽ എന്ത് ചെയ്യും? മേടിക്കും എന്ന് പറയാറില്ലേ? എഴുതോ? നോട്ടിക്കുക. എടാ, ചെറുപ്പം മുതലേ നിന്റെ അപ്പന്റെ ഒരു ശീലമുണ്ട്. അത് നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ആര് പറയും? അമ്മ. നിന്റെ അപ്പം ഞാൻ കണ്ട കാലം തൊട്ടേ ഇങ്ങനെ, ഇനി അതിനെ മാറ്റാൻ തിരിയില്ല, നിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് നീ മാറിയാൽ നിനക്ക് ഇവിടെ ജീവിച്ച് പോവാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അപ്പന്റെ ഇഷ്ടങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയെ മാതാവ്, ഭാര്യ. ഈ ഭാര്യയ്ക്ക്
ദൈവം കൊടുത്തിരിക്കുന്ന ഒരു റോൾ മോഡലിംഗ് എന്ന് പറയുന്നത് അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുടുംബത്തിനകത്ത് അപ്പന്റെ ഇഷ്ടങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാം. എന്ത് ചെയ്താലും ആദ്യം പറയുന്നതായിരിക്കും അത് അപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയൊന്നും ആവുന്നില്ല. കാരണം ഇത്ര വർഷമായിട്ട് മക്കളെക്കാൾ കൂടുതൽ ആർക്കറിയാം? അമ്മയ്ക്കറിയാം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്. ഒരു അമ്മ എന്ന് പറയുന്ന ആള്, ഒരു സ്ത്രീ, ഭാര്യ എന്ന് പറയുന്ന ആള്, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. എന്താണ് അർത്ഥം? നമ്മൾ ചില വീട്ടിലോട്ടൊക്കെ കയറി കൊടുത്താൽ പിന്നെ മുന്തിരിവള്ളി ഊരി പോരണമെങ്കിൽ ഇത്തിരി പാടാ, അങ്ങനെ കെട്ടുവിടാനും തിരിയാം. അതാണോ? അല്ലെന്നേ. ഫലപ്രദമായ, ഫലം കായ്ക്കുന്ന, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, മറ്റുള്ളവരെ സൽക്കരിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ മനസ്സുള്ള, ഒരു ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിവള്ളിയുടെ അവസ്ഥയുള്ള ഒരു ഭാര്യയായിരിക്കും നിന്റെ ഉണ്ടോ? ഭാര്യ എങ്ങനെയായിരിക്കും? ഫലപ്രദമായ മുന്തിരിവള്ളി. മുന്തിരിവള്ളി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. മുന്തിരിവള്ളിക്ക് ഒരു താങ്ങ് പറയുമ്പോ പറയാൻ ഒറ്റയ്ക്ക് എറണാകുളം വരെ പോയിട്ട് വരും. പക്ഷെ ഒരു താങ്ങ് പറയുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടത്തോട്ട് പോലും ഇതില്ല. ഞാൻ ഇപ്പൊ നാളെ രാവിലെ എന്ത് ചെയ്യാൻ പോണേ? എറണാകുളം വരെ പോവാം. ഓ ശരി, നാളെ പോയിട്ട് പോവാം. പക്ഷെ ഈ താങ്ങ് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പുറത്തു പറഞ്ഞതില്ല. എനിക്ക് എറണാകുളം വരെ സ്കൂട്ടർ പോയാൽ കൊള്ളാന്ന് ഉണ്ട്. പക്ഷെ ശൈത്യം എന്ത് ചെയ്യണം? പുറകിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു ബലം. ഈ മുന്തിരിവള്ളി എപ്പോഴും ഡിപ്പെൻഡഡ് ആണ് അല്ലെ? മുന്തിരിവള്ളി ഒരു കൊമ്പിനെ ആശ്രയിച്ചാ ജീവിക്കുന്നത്. കുടുംബത്തിനകത്ത് നിന്റെ ഭാര്യ മുന്തിരിവള്ളി എന്ന് പറയുന്നതിന്റെ കാരണം അത് എന്നും നിന്നോട് പറ്റിയിരിക്കുന്ന തലമായിരിക്കും. ഈ പറ്റിയിരിക്കുന്ന കൊമ്പിന് ബലക്കുറവുണ്ടെങ്കിലും ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയിൽ ഫലം നിറഞ്ഞാൽ ഈ കൊമ്പിനെന്ത് വരും? അപ്പൊ ഫലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളിക്ക് ഒത്തതായ ഒരു കൊമ്പ് എവിടെ വേണം? കുടുംബത്തിനകത്ത് വേണം. ആ കൊമ്പിൽ വേണം ഈ ഭാര്യ എന്ന് പറയുന്ന മുന്തിരിവള്ളി എന്ത് ചെയ്യാൻ? വളരാൻ. ഈ വളരുന്ന ഭാര്യ നമ്മുടെ ഭവനത്തിൽ സമ്പത്ത് കൊണ്ടുവന്നാൽ മണിക്കാശൊക്കെ കൊണ്ടുവന്ന് മതിച്ചാൽ ആരോ കൊടുക്കുന്നത്? ആന്റിയുടെ കൊണ്ട് മതിച്ചാൽ ചായ വെച്ചിട്ട് പോകരി വെച്ചിട്ട് ബാക്കി പൈസ കൊണ്ട് ആന്റി കൊടുക്കും. മിക്ക ഭർത്താക്കന്മാരും അങ്ങനെ പണ്ട് കാലങ്ങളിൽ. ഹലോ, ചുമ്മാ ചിരിപ്പിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ മുന്തിരിവള്ളി എങ്ങനെ ഫലം കാര്യം? മുന്തിരിവള്ളി ഫലം കായ്ക്കാത്തതിനെ പറ്റി ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ്. മുന്തിരിവള്ളി എങ്ങനെയാ ഫലം കായ്ക്കേണ്ടതെന്ന് അറിയാമോ? ഇതെന്താണെന്ന് അറിയാമോ? മുന്തിരിവള്ളി ഫലം കായ്ക്കേണ്ടത് എങ്ങനെയാ? മുന്തിരിവള്ളി തലമുറ, ഹലോ, തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് സക്കറിയാവ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുത്. ഹലോ, സക്കറിയാവ് എന്ന് പ്രാർത്ഥിക്കരുത്. തലമുറ വേണം വേണം കാരണം 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 കിട്ടിയപ്പോ എനിക്കിതൊക്കെ കിട്ടുമോന്ന്. നമ്മുടെ സഭയുടെ നാളത്തെ വാഗ്ദത്തങ്ങളാണ് ആര്? മക്കൾ. അവരുടെ പേരിൽ ഒരു പരിപാടി നടത്തുമ്പോ ഒരു 50 രൂപ കൊടുക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ഒരാൾ 4000 രൂപയാണ് കൊടുത്തത് കേട്ടോ. അത് പറഞ്ഞത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയൊന്നുമില്ലേ? അത് പുള്ളിയുടെ പൈസയാണ്, അതിനൊന്നും ആരും ഒരു തോന്നണ്ട. ഒരു വാക്ക് പറഞ്ഞപ്പോ UK കിടക്കുന്ന ഒരു വ്യക്തി തന്റെ മക്കൾ പോലും സൺഡേ സ്കൂൾ പഠിക്കുന്നില്ല, സൺഡേ സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി 4000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരുന്നാൽ വളർന്നു വരുന്ന തലമുറയുടെ മാതൃക നീങ്ങാം. മനസ്സിലായോ? അത് നിർബന്ധത്തെ ഞാനിന്ന് കുറച്ച് പോയി എഴുതി കൊടുത്തു. അങ്ങനെ പോയാൽ സൺഡേ സ്കൂളിലെ ടീച്ചർമാരൊക്കെ 50 രൂപ
ഇല്ലാത്തവർ എത്രയും വേഗം ഇതിനകത്ത് എഴുതണം. സി എന്ന് പറയുന്നത് സഭയുടെയാണ്. നമ്മൾ സിയുടെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഒണ്ടേലും ഇല്ലേലും നിങ്ങളുടെ വീട്ടിൽ ഒരു പിച്ചക്കാരൻ വന്ന 10 രൂപ കൊടുക്കൂല. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി, തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയിട്ട് 2 കുറ്റി ഇടുന്ന ഒറ്റ പേര് പോലും കീറാതെ ഇരിക്കുക. അതിന്റെ പേര് മാത്രം, ഏലിയാമന്റെ പേര് മാത്രം എഴുതിയിരിക്കുക. ഒരു മനുഷ്യനകത്ത് ഇന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഇങ്ങനെയാണോ നിങ്ങൾ തലമുറയ്ക്ക് മാതൃകയാകുന്നത്? ഇങ്ങനെയാണോ നിങ്ങളുടെ അയ്യമ്പുഴ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഒരു 50 രൂപ കളയാനില്ലേ? അന്നത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് 10-30,000 രൂപയ്ക്ക് മേലെ ചെലവുണ്ട്. ഇത് ആരോട് പോയി ചോദിക്കും? ആരെയും മേടിക്കും? ഫലപ്രദമായ മുന്തിരിവള്ളി വീടിനകത്തുണ്ടെങ്കിൽ ആ മുന്തിരിവള്ളി പറയും എന്ത്? 2 റെസീറ്റ് വന്നിട്ടുണ്ട്. ആ റെസീറ്റിൽ എന്ത് ചെയ്യണം? 50 രൂപ കൊടുക്കണം. ആ നഷ്ടം ഒരു നഷ്ടമല്ല. ഇന്നിപ്പം ലുസിയാനിയുടെ മക്കള്, കൊച്ചുമക്കളെ 3 പേരും ഇവിടെ ഇല്ല. അതിനകത്ത് അവർ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ലെന്നാണ് അയ്യമ്പുഴയില്? അല്ല. അവർ സിയുടെ പ്രോഗ്രാം പങ്കെടുത്തിരുന്നോ? അല്ല. അവർ നാളത്തെ വാഗ്ദാനങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്ന 1 രൂപയും കൗണ്ടറുകളാണ്, എണ്ണപ്പെട്ടതാണ്. ദൈവസന്നിധിയിൽ എന്താ? ദൈവസന്നിധി നിങ്ങൾ 1 രൂപയ്ക്ക് കണക്കുണ്ടെന്ന്. എങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നത്? അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ പഠിക്കുന്നത് നിന്റെ നിക്ഷേപം നീ ഭൂമിയിൽ ദരിദ്രർക്ക് കൊടുക്കും ദൈവനാമത്തിൽ ചെയ്യുന്നതിലേക്ക് പ്രതിഫലം കിട്ടുന്ന സ്വർഗത്തിലാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം. നമ്മൾ അധ്വാനിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. അതിനല്ലേ നമ്മൾ കേരളത്തെ കൊല്ലാൻ പറഞ്ഞു. ഹലോ, പരിപാസം ഒരു പണിയില്ലാത്തതുകൊണ്ട് പുള്ളി വന്നിട്ട് തീരുള്ളൂ. കേരളത്തെ കൊല്ലാൻ പറഞ്ഞു. പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ എന്നെ അതും കൂടെ കേൾക്കാനാണ് ഞങ്ങൾ തോന്നുന്നില്ല. അങ്ങനല്ല, കൃത്യമായി എപ്പോ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും എന്നാണ് മരണമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒരു 100 രൂപ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നവന് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അനുഗ്രഹമാണ്. അല്ലോ, എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാം പഠിക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഒരു മുന്തിരിവള്ളിയെ കുറിച്ച് പറയുന്നു. മുന്തിരിവള്ളി എങ്ങനെയാണ്? ഫലപ്രദമാണ്. ഫലപ്രദം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഫലം, ആ വീടിനകത്ത് വരുന്ന നന്മ, അത് കൊടുക്കാൻ വില്ലിംഗ് ആയ വ്യക്തിയുടെ പേരാണ് കുടുംബനാഥ. അനന്യാസും ഇവർ 2 മനസ്സൊന്നായിരുന്നേ. നേരത്തെ പറഞ്ഞില്ലേ, ഇവര് മോഷ്ടിക്കാനാണെങ്കിലും ഒരുമിച്ചാണ്. ഇത്രയ്ക്കോ നിലവിച്ചാൽ അച്ചായ മണ്ണിനടിയിൽ പോയി 3 മണിയായപ്പോ അമ്മാമ്മ വരുവോ? ഇത്രയ്ക്കാണ് കൊടുത്തത്. അച്ഛൻ പഠിപ്പിച്ച അമ്മാമ്മ പറഞ്ഞോ? പറയണം. അച്ഛൻ പഠിപ്പിച്ചത് എന്ത് ചെയ്യണം? അമ്മാമ്മ അതുപോലെ തന്നെ പറയണം. അച്ഛൻ നഗരത്തിൽ പോയി അമ്മാമ്മയോട് പോണം, നഗരത്തിൽ പോണം. അത് വേണ്ട. ആ ഒരു കാര്യത്തിൽ മാത്രം, അത് പുള്ളിയുടെ കാര്യം, അത് പുള്ളി എന്തേലും എന്റെ കാര്യം, ഞാൻ സ്വർഗത്തിൽ പോകും. ദൈവത്തിന് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഇഷ്ടമല്ല. അതിപ്പോ പാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, പ്രൊസ്ക്യൂട്ടർ ആണെങ്കിലും കൊള്ളാം, ഞാനാണെങ്കിലും കൊള്ളാം, നിങ്ങളാണെങ്കിലും കൊള്ളാം. പ്രവൃത്തി അത് വരുന്നില്ല എങ്കിൽ ദൈവത്തിന് അതിനോട് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ ഇത്രയും ചിന്തിക്കാൻ മതി. നിങ്ങൾ ബാല്യകാലത്ത് നിങ്ങൾക്ക് ദൈവനാമത്തിന് വേണ്ടി പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റിയില്ല. അതെങ്കിലും ഓർത്തപ്പ് ഇതൊന്നും തിരിയൂടെ. ഞങ്ങൾക്കോ പറ്റിയില്ല. ഇനിയുള്ള തലമുറയെങ്കിലും നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കോ സമ്മാനം കിട്ടുമോ എന്നുള്ളതല്ല, സമ്മാനം സെക്കൻഡറിയാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി ഒരു നിമിഷം അവരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവത്തെ കുറിച്ചൊരു പാട്ട് പാടിക്കും. ആ ജഡം ഒതുങ്ങട്ടെ, ആ ജഡം മുടയട്ടെ, ഡാൻസ് കളിപ്പിക്കും. സ്കൂളിൽ ഇതിനെല്ലാം മുമ്പിലല്ലേ ഡാൻസ് എന്ന് പറയുമ്പോഴേ അതിന്റെ മേക്കപ്പ് കിറ്റ് ബാഗിനകത്തായിരിക്കും. ഞാൻ രക്ഷിതാവ് വിളിച്ചില്ലല്ലോ, എന്തിനാ നോക്കുന്നത്? ഫുൾ മേക്കപ്പ് കിറ്റ് അവിടെ വരും. കമ്മലൊക്കെ നാളെ ഞാൻ നോക്കിയപ്പോ ഒരു കമ്മൽ പോലൊക്കെ എല്ലാ സാധനവും കയ്യിൽ.
ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി. അത് വിട്ടുകളഞ്ഞാൽ മാതാപിതാക്കൾക്ക് ശിക്ഷ ഉണ്ട്. ഹലോ, വെറുതെ കിട്ടിയെന്ന് വിചാരിച്ചോ? ദാനം എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന നന്മയാ മക്കൾ. അതിനെ വഷളാക്കി കളഞ്ഞാൽ അതിനുള്ള ശിക്ഷ 100% കിട്ടും, 100% കിട്ടും. ഹല്ലേലൂയ. നമ്മൾ അധികാരത്തിലേക്ക് പോകുന്നില്ല, വേഗത്തിൽ നമുക്ക് അത് പറയുന്നു. മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. എന്താ ഒലിവ് തൈയുടെ പ്രത്യേകത എന്ന് അറിയാമോ? ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട്. എന്ന് വെച്ചാൽ ദീർഘായുസ്സോടെ ഇരിക്കുന്ന മക്കൾ. പിന്നെ ഒലിവിന്റെ പ്രത്യേകത, ഒലിവ് നല്ല കായ തരും അല്ലേ? അതിനകത്ത് എണ്ണ, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒലിവിന്റെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫലപ്രദമായി ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു തലമുറ എവിടെയുണ്ടെന്ന് അറിയാമോ? മേശയ്ക്ക് ചുറ്റും. പലപ്പോഴും മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ അതില്ല, നേരവുമില്ല, മക്കളുമില്ല. മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ അപ്പൊ നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കഴിച്ചിട്ട് കിടക്കുക. മക്കളെന്ത് ചെയ്യാൻ? അവര് കറങ്ങിട്ടൊക്കെ വരുമ്പോ രാത്രി 12 മണി 1 മണിയൊക്കെ. ഇപ്പൊ പിടിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. ആരെങ്കിലും വന്നാൽ നിന്റെ വീട്ടിലുള്ള ബെസ്റ്റ് ഡ്രിങ്ക് കുടിക്കാനുള്ളത് പച്ചവെള്ളമല്ല കേട്ടോ. പച്ചവെള്ളം കൊടുക്കുന്ന കാലം പോയി. ഒരു നാരങ്ങയെങ്കിലും പിടിഞ്ഞ് ഇച്ചിരി മധുരമൊക്കെ ഇട്ട് കൊടുത്തേ. ഇച്ചിരി മുന്തിരി മേടിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്ന് ജ്യൂസ് ആക്കി കൊടുത്തേ. അത് എനിക്ക് തിന്നാൻ എന്റെ അച്ചായൻ മേടിച്ചു വെച്ചതാണ്. അത് ഇവർക്ക് കൊടുത്താൽ പിന്നെ ഞാൻ എന്നാ അങ്ങനെ കൊടുക്കണ്ട. കൊടുക്കുന്നവൻ എന്നെ കൊടുക്കണം മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ അതാണ് ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ ഗുണം. മുന്തിരിവള്ളി അനേകരെ ത്രസിപ്പിക്കുന്നത്, അനേകരെ സന്തോഷിപ്പിക്കുന്നത്. വിരുന്നുശാലകളിൽ ആദ്യം വരുന്നവരാ. ഒരു കല്യാണം ഉണ്ടെങ്കിൽ സാരി കൊടുക്കുമ്പോൾ ആദ്യം ഓടുന്നവരാന്ന് അറിയാമോ? ഈ മുന്തിരിവള്ളി. കേരളം പുള്ളി കുറെ കല്യാണശാലയിൽ മുമ്പിൽ നിൽക്കുന്ന പുള്ളി മുന്തിരിവള്ളിയ. എന്നാൽ നാം മനസ്സിലാക്കണം, മുന്തിരിവള്ളി മാത്രം പറഞ്ഞോളൂ, അതിനും നിന്നില്ല, മക്കളിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ തണലിനകത്ത് നിന്റെ ഭാര്യ, നിന്റെ മക്കൾ. കണ്ടോ കണ്ടോ? നിന്റെ ഭവനത്തിൽ ഇന്നലെ വരെ അങ്ങനെ അല്ല എങ്കിൽ ഇന്ന് മുതൽ അങ്ങനെ ആയിരിക്കണം. ഓൺലൈനിലൂടെ ഞങ്ങളോട് കേൾക്കുന്ന ദൈവമക്കളോടും അത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ വരെ അങ്ങനല്ല, ഇന്ന് മുതൽ അങ്ങനെ ആയിരിക്കണം. തീരുമാനമുണ്ടോ? ഉയർത്തി ഓർക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഭാര്യ ഏത് വൃക്ഷമെന്ന് പറയാമോ? ബൈബിളിനകത്തെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. നമ്മുടെ വീട്ടിലെ ഭാര്യ ഏത് വൃക്ഷമാണെന്ന് പറയാമോ? കാട്ടുമുന്തിരിങ്ങ ആണെങ്കിലും അതിനകത്തൊരു മുന്തിരി തർക്കമുണ്ട്. ചിലതൊക്കെ മുള്ളും മുരിക്കാം, എന്തില്ല ചൊറിയണമാ. വീടിനകത്ത് ഭാര്യ ചൊറിയണം, ചൊറിഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ. വായിക്കകത്തൊന്നില്ല, നാക്കിടത്തില്ല. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരുമ്പോ ഭക്ഷണം എടുത്ത് വെച്ചാൽ കുറ്റം, ഭക്ഷണം എടുത്ത് തന്നില്ലെങ്കിൽ ഇത്തിരി വെള്ളം ചോദിച്ച പ്രശ്നം. മക്കളെങ്ങനെ? ഏത് മരത്തോട് നിങ്ങൾക്ക് അതിനെ യോജിപ്പിക്കാം? മക്കൾ കാഞ്ഞിരം, മക്കൾ കാഞ്ഞിരം കഴിക്കുന്നത് പോലെ എന്ത് ചെയ്യാം? അതിനെ കൈപ്പിരിയും കുടിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ വചനം പറയുന്നു, അവനെ ഒലിവ് തൈ പോലെ ആക്കുവാൻ ദൈവത്തിന് കഴിയും. മക്കൾ യഹോവ നൽകുന്ന ദാനം.
അവൻ തരുന്ന പ്രതിഫലം സാരിയ നിന്റെ വീടിനകത്ത് കാക്കമുന്തിരിയല്ല, ഫലപ്രദമായ മുന്തിരിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവ് എങ്ങനെയായിരിക്കണം? മാതൃക കാണിക്കേണ്ടത് പിതാവ്, അത് പ്രാവർത്തികമാക്കേണ്ടത് മാതാവ്, ശിക്ഷണത്തിൽ കൊണ്ടുവരേണ്ടത് മാതാവ്, പരിപാലനം ചെയ്യേണ്ടത് മാതാവ്. മക്കൾ 18 വയസ്സ് വരെ നിങ്ങളുടെ കൂടെ കാണുള്ളൂ. ഒരു പുതിയ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യേണ്ട. ഇത് പറഞ്ഞാൽ എന്റെ കൊച്ചിനോട് ഇത് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ചില കാര്യങ്ങളൊന്നും മാതാപിതാക്കൾക്ക് ഇല്ല, പറഞ്ഞു കൊടുക്കില്ല. അയ്യോ, എന്റെ കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞാൽ അവളുടെ ആത്മീയം കാണാൻ കോളേജിലോട്ടൊന്ന് ചെല്ലണം. ഹലോ, അവരെ ആത്മീയം കാണണമെങ്കിൽ കോളേജിൽ ചെല്ലണം. മാതാപിതാക്കൾക്ക് ഇപ്പോഴും എന്റെ മക്കൾ എന്നാ 90 വയസ്സുള്ള അമ്മച്ചിക്കും 70 വയസ്സുള്ള മോനെന്താ കുഞ്ഞേനെ വിളിക്കൂ, മോനെ എല്ലാം കഴിച്ചോ അല്ലേ? മാതാവിനെ വിളിക്കൂ. പരിപാലനത്തിന്റെ ഒരു സ്പിരിറ്റാണ് ദൈവം മാതാക്കൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കോഴിക്കുഞ്ഞിനെ പരിപാലിക്കുന്നവരാ കള്ളക്കോഴി. പൂവെന്നാ വളർത്തുടങ്ങാൻ വരുമോ? ഇല്ല. ഇതിനെ കൊത്തിപ്പിരിക്കുന്നവരാണെന്നറിയാമോ? അതാ തങ്ങളുടെ ജോലി. പരിപാലിക്കുകയും വേണം, തല്ലുകയും വേണം, തലോടുകയും വേണം അല്ലേ? വീട്ടിലുണ്ടോ നല്ല അടിയൊക്കെ? തല്ലിയിട്ടുണ്ട്, തലോടിയിട്ടുണ്ട്. തലോടേണ്ടടുത്ത് തലോടാതിരുന്നാൽ അത് തെറ്റാണ്. തല്ലേണ്ടടുത്ത് തല്ലാതിരുന്നാലും. വടിയെ സ്നേഹിക്കുന്നവൻ തന്നെ മകനെ സ്നേഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. അവൻ ഇന്നത്തെ ലോകത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാതെ 1000 വർഷം അല്ലെങ്കിൽ ഏത് തോട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് ചിന്ത കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് യേശുവിന്റെ ജനനത്തിലേക്ക് പോയാലോ? മാതാവ്, പിതാവ്. ആ മാതാവ് പിതാവുമായുള്ള ഒരു ബന്ധം ആരാ? ജോസഫും മറിയവും. അതാരാ? അവർ മാതാവും പിതാവും ആകുന്നതിന് മുമ്പ് അവർ ഭാര്യയും ഭർത്താവുമാണ്. ആര്? ജോസഫും മറിയവും. യേശുവിന്റെ ജനനത്തിലേക്ക് ഒന്ന് വന്നേ. ആ പിതാവിന് അവിടെ എന്തെങ്കിലും റോളുണ്ടോ? അവനെ വളർത്തച്ഛൻ എന്നാണ് പറയുന്നത്. യേശുവിന്റെ വളർത്തച്ഛൻ. യേശുവിന്റെ വളർത്തച്ഛനാണെങ്കിലും യേശുവിന്റെ വളർത്തച്ഛൻ ഒരു തച്ഛനായിരുന്നു എന്ന് വചനത്തിൽ കാണുന്നുണ്ട്. 30 വയസ്സുവരെ കീഴടങ്ങിയിരുന്ന യേശുവിനെ കാണാം. നമുക്ക് ചിന്തിച്ചുകൂടെ? യേശുവിനെ തീർച്ചയായിട്ടും മരപ്പണി ആര് പഠിപ്പിച്ചിട്ടുണ്ടാവും? നല്ല ഉരുപ്പടി പണിയാൻ ആർക്കറിയാം? യേശുവിനറിയാം. കാരണം എന്താ? ജനിച്ചത് എവിടെയാണ്? സഹോദരന്റെ വീട്ടിലെ മതിചേർത്തില്ല. കാപ്പിക്ക് സാധനം അവന്റെ കൊടുത്തില്ല. അതിന് ബുദ്ധിമുട്ട് അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ അത് നല്ലൊരു വരുമാനവും നല്ലൊരു ജോലിയുമാണെങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും കാപ്പിന്റെ കത്തി ഉറന്നു കൊടുക്കും. മോനെ വേറെ ഒരു പണിക്ക് പോകാം, നീ തീർന്നു. ഒരു പിതാവിൽ നിന്ന് കിട്ടേണ്ട ശിക്ഷണം മക്കൾക്ക് കിട്ടും. ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോ ആ അമ്മ തന്റെ മകനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. എന്നിട്ട് യേശുവിനെ നോക്കിയിട്ട് പറയാ, നീ എന്റെ മോനാ. ഹലോ നീ എന്റെ മോന. യേശു ചിരിച്ചിട്ട് പറയാ, നോ നോ നോ, ഞാൻ ദൈവത്തിന്റെ മോന. ഞാൻ പറഞ്ഞാണോ? ഇല്ല, നിങ്ങൾ ഒരിക്കലും ഇല്ല. യേശു പറഞ്ഞില്ല. ഈ ലാളനത്തിൽ വളർത്തിക്കൊണ്ടു വന്ന യേശുവിനെ ഒരു സുപ്രഭാതത്തിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. സ്ത്രീ, ഹലോ, ചങ്ക് പൊളിഞ്ഞു പോകുന്ന അവൻ എന്നോട് അങ്ങനെ പറയുമെന്ന് പോലും എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ സ്ത്രീയെ എന്ന് വിളിപ്പിക്കാൻ പാകത്തിനാണോ യേശുവിനെ മറിയ വളർത്തിയത്?
എന്തുകൊണ്ടായിരിക്കും യേശു സ്ത്രീ എന്ന് വിളിച്ചത്? ആദ്യം പറയാം. യേശുവിന്റെ അമ്മ എന്ന് പറയുന്ന മറിയുടെ മാറോട് ചേർന്ന് കിടന്ന് പാല് കുടിച്ചു വളർന്ന യേശു, ഹലോ, ഭക്ഷണം കാക്കയും പൂച്ചയും പട്ടിയെയും കാണിച്ച് പുറകെ നടന്ന് തീറ്റിച്ചൊരമ്മ, വെള്ളത്തിൽ കളിപ്പിക്കുന്ന ഒരമ്മ, വസ്ത്രങ്ങൾ ഇടിപ്പിക്കുന്ന ഒരമ്മ, കുളിപ്പിക്കുന്ന ഒരമ്മ, ഒറ്റ വാക്കുകൊണ്ട് യേശു ഒറ്റ ചോദ്യത്തിൽ ഉള്ളിൽ ഒരു സാധനം വീഴും. പെരുവല്ലേ ഇങ്ങോട്ട് കേറി. സ്ത്രീ ഫാമിലിയുടെ പർപ്പസിനകത്തല്ല യേശുവിന്റെ ജനനം. എനിക്കും നിനക്കും തമ്മിൽ എന്താണ് പറയാൻ കാരണം? ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചിരുന്ന മറിയയ്ക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. Who is he? അവൻ ആരാണെന്ന് ഒരു ബോധ്യം അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് മറിയയ്ക്കറിയാം ഇന്നലെ നാളെ അവന്റെ തനി സ്വരൂപത്തിൽ അവന് വെളിപ്പെടും. അവൻ വാഗ്ദത്ത സന്തതിയാണ്. എന്റെ മേൽ നിഴലിട്ടത് ദൈവത്തിന്റെ തേജസ്സാണ്. എന്നിൽ ഉരുവായത് പുരുഷനാലല്ല, എന്നിൽ ഉരുവായത് പരിശുദ്ധാത്മാവിനാലാണ്. ഇത് വ്യക്തമായി തിരിച്ചറിയുന്ന മറിയ പറയൂ, ഞാൻ അവന്റെ വളർത്തമ്മയാണ്. ദൈവത്തിന്റെ പർപ്പസിനകത്തുള്ള കാര്യത്തിൽ മറിയൊന്ന് കയറി തോന്നി. ഹലോ, ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കണം. അത് അത്ഭുതങ്ങളിൽ ഒന്നാമതായ അത്ഭുതമായിരിക്കണമെന്ന് ദൈവത്തിന്റെ ദൃഷ്ടിയാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കണം എന്നുള്ളത് ഇതേ കയറി ആര് തോന്നി? മോനും അമ്മയൊക്കെ ശരിയാണ്. എന്റെ പർപ്പസ് കയറി അതുകൊണ്ട് ഞാനും ദൈവവുമായ ഒരു നാഴിക അതിനുവേണ്ടി വെച്ചിരിക്കുക. ഒരു ടൈം, എന്റെ സമയത്ത് ഞാൻ തീരും. അതിനു മുമ്പ് ഒരാൾ തോന്നും എന്തെങ്കിലും കുറവുണ്ടതേ ഇവനോട് എന്തിനാ മതി? ഇവൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അല്ല മറിയിക്കേ ആണോ? അല്ല. ആദ്യത്തെ അത്ഭുതം ഏതാണ്? ആത്മാവുള്ളവളത് തിരിച്ചറിഞ്ഞു അർത്ഥം. ഇന്നിവിടെ വരുന്ന ശൂന്യതയ്ക്ക്, ഇല്ലായ്മയ്ക്ക് മറുപടി ഇവന്റെ കയ്യിലുള്ള. അവൻ അത് ചെയ്യും. അവന്റെ കയ്യിൽ കൽപ്പിച്ചാൽ അത് ഇവ ചെയ്യിക്കും. ഒരു മാതാവ് ഒരു മകനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവന്റെ പർപ്പസ് തിരിച്ചറിയണം. ഹലോ, 30 വയസ്സായി 40 വയസ്സായി ഇപ്പോഴും അറിയത്തില്ല എന്റെ മകനെ കുറിച്ച്, എന്റെ മകളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോഴാണ് യേശു പറഞ്ഞേ, ഞാൻ എന്റെ പിതാവിൽ നിന്ന് വന്നതാണ്. എന്റെ പിതാവ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് മുമ്പേ അതേ നീ നോടണ്ട. ഹലോ, എന്റെ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു നാഴികയുണ്ടാവും. ആ നാഴികയിൽ ഞാനത് ചെയ്യും. അങ്ങനല്ലേ വചനം പറയുന്നത്? അതെ, സംശയമുണ്ടോ? ഒന്ന് വായിച്ചത്. സ്ത്രീയെ എനിക്ക് 10-30 വർഷം തീറ്റിപ്പോറ്റിയ ഒരു അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാമോ? ചിലപ്പോൾ മക്കളുടെ ജീവിതം കാണുമ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കും, ഇവനെന്താ ഇങ്ങനെയായി? ഇവനെന്താ ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് എന്തിരുന്നേ വരാതെ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, വളർത്താൻ തന്ന ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി ചെയ്തെങ്കിൽ നീ ഭാരപ്പെടണം. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവൻ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവൾ. അവൻ അവിടെ പറയുകയാണ്, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഒന്നുമില്ല. യേശുവും യേശുവിന്റെ അമ്മ മറിയും തമ്മിൽ ഒന്നുമില്ലേ? ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആദ്യമായിട്ടുണ്ടായ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ, നിങ്ങളുടെ കുഞ്ഞി, നിങ്ങൾക്ക് ഒട്ടും സ്നേഹം കാണത്തില്ല. ആദ്യം ഉണ്ടായതിനോട് സ്നേഹം ഇല്ലെന്ന് മറ്റേ മക്കളോടൊക്കെ പറഞ്ഞാല്
അല്ലേ? നമുക്ക് തരാതെ കൊടുക്കാൻ പറ്റുന്നു. ചേട്ടായിക്ക് ആദ്യം മതിച്ചാൽ ആദ്യം അവനൊരു കടമുണ്ടായിരിക്കട്ടെ, ഇത് നാളെ മേടിച്ചു കയറുന്നില്ല ഉണ്ടെന്ന്. അവനൊന്ന് ആളായപ്പോ അവൻ തിരിച്ചു നിന്ന് ചോദിക്കും, സ്ത്രീ സഹിക്കൂ? അത് സഹിക്കണം. സഹിക്കാൻ പറ്റുമോ? അനുഭവിക്കണം. അപ്പൊ അറിയാമോ? ഞാൻ കേട്ടത് ഫ്രണ്ടി സഹിക്കാൻ പറഞ്ഞപ്പോ കുറെ ഒന്നും അനുഭവിക്കണം. അപ്പൊ പറഞ്ഞില്ല, ഞാനത് വീഡിയോ. നമ്മുടെ ജീവിതത്തിൽ അകത്ത് സംഭവിക്കണം. വേദന എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ്സിനകത്ത് പേരൻസ് സൺ നമ്മള് അബ്ദിയലിന്റെ ഫാമിലി കുട്ടിയൊക്കെ പറഞ്ഞായിരുന്നു. ഏറ്റവും പേരുന്ന പ്രിസ്കില്ല. ഏറ്റോ വന്നോ? ഇല്ല. ഇവര് രണ്ടുപേരുടെയും മക്കൾ, പിതാവിന്റെയും മാതാവിന്റെയും മക്കൾ രണ്ടാണ്. രണ്ടിൽ നിന്ന് ഒരു ഫാമിലിയായി. ഈ ഫാമിലിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ എന്താണോ അത് നിറവേറ്റിട്ടേ ആ ഫാമിലി ഭൂമിയിൽ പോകാവൂ. പോകത്തുള്ളൂ എന്ന് ഞാൻ പറയത്തില്ല. പോകത്തുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം തീരുമാനം അവരുടെ. സ്നേഹയെ കുറിച്ചും അനുവിനെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതി ഇന്നതാണ്. അതായത് തിരിച്ചറിയണം. സ്നേഹം മനു ചെയ്തിട്ട് ഭൂമിയിൽ എടുക്കത്തുള്ളൂ ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? ദൈവം എന്നോട് ഇങ്ങനെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെ ജീവിക്കും. ഞാൻ അത് ചെയ്ത് തീർത്തപ്പോ തീർത്തുള്ളൂ. നീ ചെയ്യത്തുമില്ല, തീർത്തതുമില്ല. നിന്റെ കാര്യം ഏതൊക്കെ തീരും. അങ്ങനെ പിടിച്ച് ഞാൻ പിടിച്ചതിനാണ്. നിങ്ങളുടെ മക്കൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾ പറയുന്നത് കേൾക്കാതെ, നിങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ അവന്റെ ഇഷ്ടത്തിന് താന്തോന്നിയായിട്ട് ജീവിക്കാനിരിക്കട്ടെ. ഒരു 40 വയസ്സ് വരെ, അല്ലോ 18ാമത്തെ വയസ്സിൽ പുള്ളിയുടെ ഇഷ്ടത്തിന് പോയി 40 വയസ്സിൽ എനിക്ക് തിരിച്ചു വരുവാ. ഒരമ്മ മകന് കൊടുക്കാൻ വെച്ചിരുന്ന 35ാമത്തെ വയസ്സിൽ, 30ാമത്തെ വയസ്സിൽ, 38ാമത്തെ വയസ്സിൽ, ഓരോ പ്രായത്തിന്റെ കാലയളവിലും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന നന്മ മക്കൾക്ക് കൊടുക്കുമോ? ആ പ്രായത്തിൽ കൊടുക്കുമോ? അവൻ എങ്ങനെയെങ്കിലും നടന്നോട്ടെ. പക്ഷെ ഞാൻ മോന് 30 വയസ്സാണ് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു വിചാരിച്ചാൽ കൊടുക്കുമോ? കൊടുക്കൂന്ന് ഇല്ല. പക്ഷെ അവൻ അപ്പനെ കീഴടങ്ങി വളരുന്നവനാണ്. 30ാമത്തെ വയസ്സിൽ അടിക്കുമ്പോ ബൈക്ക് അവിടെ വരും. 35ാമത്തെ വയസ്സിൽ അടിക്കുമ്പോ വീടിന്റെ താക്കോൽ അവിടെ വരും. 38ാമത്തെ വയസ്സിൽ അടിക്കുമ്പോ അടുത്ത കാർ അവിടെ വരും. അത് അപ്പന് ഇഷ്ടമുള്ള മകനായിട്ട് വളരണം. അതിന്റെ മകൻ വളരണം. നമ്മളാരാ? ദൈവത്തിന്റെ മകനും മകളുമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളോട് പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? നിനക്ക് ഞാൻ ഇന്നതൊക്കെ അത് തന്നേ നിന്നെ എടുക്കത്തോളം ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കരുത്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ദൈവം എന്നോട് തരാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വാക്കണ്ട ഇല്ല. അപ്പൊ തരാത്ത കാര്യം ദൈവത്തിനില്ല, പറയില്ല. പക്ഷെ ഞാനെങ്ങനെ ജീവിക്കണമെന്നും കൂടെ ആര് പറഞ്ഞിട്ടുണ്ട്? അധികം ഞാൻ കണക്കുന്നില്ല. ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ഉടനെ തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഫാമിലിയെ കുറിച്ചൊക്കെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കാര്യം മനസ്സിലാക്കണം. പിതാക്കന്മാർക്ക് ഒരു ഡ്യൂട്ടിയുണ്ട്, മാതാക്കന്മാർക്ക് ഒരു ഡ്യൂട്ടിയുണ്ട്. യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശുവിനെ വളർത്തുക, 30 വയസ്സ് വരെ വളർത്തുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയായിരുന്നു ആർക്ക്? മാതാവിനും പിതാവിനും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? അവർ ചെയ്തു. ആ മകന്റെ സ്ഥാനം നാളെ മുതൽ ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇല്ല എന്ന് തോന്നിയ ഒരു സമയമുണ്ട് യേശുവിന്. അതെവിടാന്ന് അറിയുമോ? ക്രൂശിൽ കിടക്കുമ്പോ യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് പറയാം, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എന്തിനായിരിക്കും യേശുവൊക്കെ ആപ്പ് ഫീൽ ചെയ്ത്? ആ മാതാവ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് യേശുവിന് കൃത്യമായിട്ട് അറിയാം. അവന്റെ ആബ്സെൻസ്, അവൻ നമ്മുടെ ഇല്ലാത്തത് ആ അമ്മ അറിയരുത്. അല്ലാതെ ഇപ്പൊ അങ്ങനെ കാര്യമോട് പറയേണ്ട ഒരു കാര്യമില്ല. യേശു ഇന്നലെ വരെ ആരോടുണ്ടായിരുന്നു? അമ്മയുടെ അപ്പനെ കൂടെ. നാളെ മുതൽ യേശു ഇല്ല.
അതിന് പകരം ഒരു റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് ദൈവം മകനെ ഇതാ നിന്റെ അമ്മ, അമ്മയും ഇതാ അതിന്റെ മകൻ. ഒരു കുടുംബത്തിനകത്ത് ദൈവിക പർപ്പസിനകത്തോട് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിശാച് ഒരിക്കലും അനുവദിക്കാത്തത് ദൈവിക പർപ്പസിനുള്ള സർക്കിളിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അത് പിശാച് ചെയ്യും. അതുകൊണ്ട് നാം പിശാചിന്റെ ഗുണങ്ങളെ അറിയാത്തവരല്ലോ. ഒരു നിമിഷം അനിവേദശായി രാത്രിക്കാലം നാം കേട്ട ദൈവവചനത്തിന് മുമ്പേ നമ്മളെ തന്നെ സമർപ്പിക്കാം. മീറ്റിംഗിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടിയിരുന്നു. പ്രാർത്ഥിച്ചു മീറ്റിംഗ് ആശീർവാദത്തോടെ നമുക്ക്